ഏതൊരു കുട്ടിയുടെയും പഠനത്തിൻ്റെ വിജയം എന്നത് ടീച്ചറും രക്ഷിതാവും കുട്ടിയും കൂടിയുള്ള സ്കൂളും തമ്മിലുള്ള നല്ലൊരു ബന്ധം തന്നെയാണ്. കുട്ടികൾ നമ്മളെ സമൂലം നിരീക്ഷിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ രക്ഷിതാക്കൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയുന്ന രക്ഷിതാക്കളുണ്ട്, അവർക്ക് മുമ്പിൽ അടി കഴിയുന്ന രക്ഷിതാക്കളുണ്ട്. ബ്രോക്കൺ എന്ന് പറയുന്ന ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന കുട്ടികളാണ് ഈ പറയുന്ന MDMA, മെത്ത് പോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകൾ പോലെയുള്ള ടോക്സിക് പാരന്റിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാരന്റിങ്ങിന്റെ 2 വിഭാഗം ഞാൻ പറയുകയാണെന്ന് ജെന്റിൽ പാരന്റിങ്ങും, ഏറ്റവും പുതിയ പഠനത്തിന്റെ ഫലമായിട്ട് 2 പാരന്റിംഗ് ഉള്ളത്. ഒന്ന് ജെന്റിൽ പാരന്റിങ്, 2 ടോക്സിക് പാരന്റിങ്. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ ഇതിൽ പെടുന്നു, ഇതിൽ പെടരുതെന്നൊക്കെ ഉറപ്പെടുത്താനുള്ള ഒരു ക്ലാസ് ആയിട്ട് ഇതിന്റെ ആദ്യത്തെ 20 മിനിറ്റ് ഞാൻ കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തെ ജെന്റിൽ പാരന്റിങ്. എന്താണ് ജെന്റിൽ പാരന്റിങ്? കുട്ടികൾക്ക് ആവശ്യമുള്ള 4 കാര്യമുണ്ട്: സ്നേഹം, സ്വാതന്ത്ര്യം, അംഗീകാരം, സുരക്ഷിതത്വം. സോ പ്ലീസ് ലിസൺ. കുട്ടികൾക്ക് വേണ്ടത് ചിക്കനോ പൊറോട്ടയോ ബീഫ് ഫ്രൈയോ അൽഫാമോ കുഴിമന്തിയോ ഒന്നുമല്ല, ടൂറോ സിനിമയോ വലിയ ഐഫോണോ ഒന്നുമല്ല. കുട്ടികൾക്ക് ആവശ്യം എന്താണ്? സ്നേഹം. കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടിടത്ത് കിട്ടേണ്ടതുപോലെ കിട്ടിയില്ലെങ്കിൽ അത് കൊടുക്കാൻ ചാറ്റ് റൂമിലൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്, അത് കൊടുക്കാൻ തെരുവിൽ സ്കൂളിന് പുറത്ത് ആളുകളുണ്ട്, അത് കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്. വീട്ടിൽ പ്രശ്നമുള്ള കുട്ടികളെ ഹൈജാക്ക് ചെയ്യാനുള്ള വലിയ മാഫിയകൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നടത്തം കണ്ടാൽ മനസ്സിലാവും. മൂഡ് ഓഫ് ആയിട്ട് ഡെസ്പായി നടക്കുന്ന കുട്ടികളെ, ആ പ്രശ്നമുള്ള മക്കളെ മാത്രം ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൻ മാഫിയകൾ സ്കൂളിന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ബ്രോക്കൺ ഫാമിലി, അച്ഛനും അമ്മയും നല്ല ടേംസിന് അല്ലെങ്കിൽ കുട്ടികൾ മൂഡ് ഓഫ് ആവും. വീട്ടിൽ വഴക്ക് നടക്കുന്ന വീട്ടിൽ നിന്നാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ ബോഡി ലാംഗ്വേജ് മനസ്സിലാവും. അവരിലിടയിലാണ് എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നത്? അവരുടെ മനസ്സ് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് MDMA പോലുള്ള ഗുളികകൾക്ക് വളരെ വേഗത്തിൽ കഴിയും. ഫോൺ സൈസ് പോലുള്ള കാര്യങ്ങൾക്ക്, ഇന്റർനെറ്റ് അഡിക്ഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അവരെ സ്വാധീനിക്കാൻ പറ്റും. അവരെ കേരിയേഴ്സ് ആക്കാനും യൂസേഴ്സ് ആക്കാനും ഫണ്ട് കാണിച്ചിട്ട് പൈസ കാണിച്ചിട്ട് അവരെ റിക്രൂട്ട് ചെയ്യാനും വേണ്ടി പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു ഇമോഷണൽ കോച്ച് എന്ന രീതിയിലേക്ക് പെരുമാറേണ്ടി വരും. നിങ്ങളൊരു മെന്റർ എന്ന രീതിയിലേക്ക് പെരുമാറേണ്ടി വരും. കുട്ടികളുടെ പ്രശ്നങ്ങൾ ഒരു ഹെലികോപ്റ്റർ പാരന്റിംഗ് പോലെ അവരറിയാതെ അവരെ ആഴത്തിൽ നിരീക്ഷിക്കാനുള്ള ഹെലികോപ്റ്റർ പാരന്റിങ്ങിന്റെ പാഠം കൂടി എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ഇതൊക്കെ മാർക്കായിട്ട് കുട്ടികൾ വരികയാണ്. കാരണം പരീക്ഷയിലെ മാർക്കല്ല, പെരാഗ് എന്ന് പറഞ്ഞ പെർഫോമൻസ്. ഈ ക്ലാസ് മുറിയിൽ, ഫീൽഡിൽ, ഗ്രൗണ്ടിൽ ഒക്കെ കുട്ടിയുടെ ഓരോ മൂവ്മെന്റും ഒരു CCTV പോലെ എന്ത് ചെയ്യുന്ന മാർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? ജഡ്ജ് ചെയ്യണം, അത് അസസ് ചെയ്യണം, അത് അനാലിസിസ് ചെയ്യണം. അസസ് മാത്രമല്ല, മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്തിട്ട് അനാലിസിസ്, വിശകലനം ചെയ്തിട്ട് ആഴത്തിൽ പഠിച്ചിട്ട് അതിന്റെ പ്രോഗ്രസ് അയച്ചു കൊടുത്തിട്ട് അതിന്റെ ബേസിലാണ് ഇനി പ്രോഗ്രസ് കാർഡ് ഉണ്ടാകുന്നത്, റിസൾട്ട് വരുന്നത്. വെറും തത്തമ്മേ പൂച്ച പൂച്ചമ്മേ തത്ത എന്ന് പഠിച്ച മാർക്കല്ല ഇനി. സിസ്റ്റം മൊത്തം മാറിയാണ്. ഇന്നലെ സർസൈദ് കോളേജ് തളിപ്പറമ്പായിരുന്നു. ഇവിടെ പുതിയ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് വന്നു. ഒരുപാട് മാറ്റങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞാലേ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സാധ്യതകളുടെ കടലാണ് ഇങ്ങോട്ടുള്ളത്. പഴയ ആയുധങ്ങൾ കൊണ്ട് പുതിയ യുദ്ധങ്ങൾ നമ്മൾക്കിനി ജയിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞ കുട്ടികൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ ഡിസിപ്ലിൻ എവിടെ പഠിപ്പിക്കണം? നമ്മൾ തന്നെ പഠിപ്പിക്കണം. പേഴ്സണൽ ഡിസിപ്ലിൻ. ആളുകളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ വരും, ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ്. എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ കാട്ടിക്കൂട്ടുന്നത്? ഒരു ഇന്റർവ്യൂ ബോർഡിൽ പലപ്പോഴും വായ തുറന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോലി കിട്ടുമെന്നാണ് നമ്മുടെയൊക്കെ വിചാരം. നിങ്ങൾ അറിയോ, 90% ആളുകളും വായ തുറക്കുന്നതിനെക്കാട്ടൊക്കെ ഔട്ടാവും. യുവർ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ നടപ്പ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, നോഡ്, ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ്, പോസ്റ്റർ ഒക്കെ, ജസ്റ്റർ ഒക്കെ നോക്കിയിട്ട് വിലയിരുത്തപ്പെടും. ഇത് ഫ്രണ്ടിൽ ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയുടെ വലിയ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കമ്മീഷൻ ചെയർമാന്റെ മുമ്പിൽ നമ്മുടെ വിജയികളായ കുട്ടികൾ, സാധാരണക്കാരെ കുഴപ്പമില്ല, ആരാണ്? ഉള്ളാപ്ലസ് വാങ്ങിച്ച നാടിന്റെ രോമാഞ്ചം അധികമായ മക്കള് പബ്ലികൻ ചവച്ചിട്ട് ഈ വലിയ മനുഷ്യന്റെ പ്രായത്തെ ബഹുമാനിക്കണ്ടേ? ഭയം, ഭക്തി, ബഹുമാനം ഒന്നും നമ്മുടെ മക്കൾക്കില്ല. അതുകൊണ്ട് കണ്ടന്റോടെ വെച്ചിട്ട് ആളെ വിലയിരുത്താൻ പറ്റില്ല. ഈ മാർക്കൊന്നുമല്ല ക്രൈറ്റീരിയ. ഈ മാർക്ക് വാങ്ങിയിട്ട് ഈ വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വർഷം പോയ പിള്ളേരുടെ മാർക്ക് നോക്കിയാൽ മതി. 26 കോളേജുകളിൽ കേരളത്തില് 25% വിജയം. 75% ആൾക്കാർ പൊട്ടിപ്പാളിത്തായി. ഒരു കോളേജിൽ എല്ലാവരും തോറ്റിന്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പഠിപ്പിച്ചുകളായ കുട്ടികൾ എന്തിനൊക്കെ ചോദ്യം റിസൾട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഈ ഫുൾ ആപ്ലസ് എവിടെയും പോകുന്നില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കേരളത്തിന് കുത്തൊഴുക്കലായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും പോലും അവിടെ ചേരും. റിസൾട്ട് വരുമ്പോൾ ഇതേപോലെ വട്ടപൂജം. കേരളത്തിലെ പിള്ളേരൊക്കെ ഫുള്ള് സംപൂജനായിട്ട് തോറ്റ് തൊപ്പിയിടുക. ലാസ്റ്റ് എന്ത് പണിയെടുത്തെന്ന് അറിയോ? അവരവിടെ എൻട്രൻസ് വെച്ചു. എൻട്രൻസ് വെക്കുമ്പോഴാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ഗ്യാസ് മനസ്സിലാവുക. ബലൂണിന് അപ്പുറം കിടന്നില്ല, അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അപ്പോഴാണ്
22 സംസ്ഥാനത്ത് മനസ്സിലാകുന്ന കേരളത്തിലെ എഡ്യൂക്കേഷൻ മന്ത്രി സജി ചെറിയാനൊക്കെ പറഞ്ഞ പോലെ സ്വന്തം പേര് എഴുതാൻ പോലും അറിയാത്ത എപ്ലസുകാരുണ്ടാകുന്നുള്ളത്. ഇപ്പൊ എഡ്യൂക്കേഷൻ ഒരു പാരാമീറ്റർ അല്ല. അവിടെ സമൂലമായിട്ടുള്ള പരാഗ് എന്നുള്ള കാര്യം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവരുടെ വ്യക്തിത്വം, അവരുടെ ഐക്യു മാത്രമല്ല, ക്ലാസ് മുറിയിൽ നിർമ്മിക്കുന്ന ഐക്യു മാത്രം. ഇന്റലിജന്റ് കോഷൻ പഠിച്ചാൽ കിട്ടും, നല്ല മാർക്കുണ്ട്. നിങ്ങളറിയോ, ഈ ലാസ്റ്റ് ഇയർ നോക്കിയാൽ മതി, ക്വാളിഫൈഡ് ക്രിമിനൽസ് എന്ന പേരുള്ള ഒരു വലിയ വിഭാഗം കേരളത്തിൽ തലവേദനയായിട്ട് വരികയാണ്. ക്വാളിഫൈഡ് ക്രിമിനൽസ്, ആ വാക്ക് കേട്ടോളൂ. സിദ്ധാർത്ഥന്റെ കൊലപാതകം കേട്ടിട്ടില്ലേ? സിദ്ധാർത്ഥൻ വയനാട്ടിലെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യമില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കളെ ഉപയോഗിക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായ ഗോൾ സെറ്റിംഗ്സ് ഇപ്പൊ തന്നെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ നാളെ അവർ ആരാവണം, എന്താവണം, എപ്പോഴാവണം, എവിടെയാവണം, എത്ര സാലറിയിൽ ജീവിക്കണം, എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള ഹിൻസ് പാഠങ്ങൾ നമ്മൾ പകർന്നു കൊടുത്തില്ല എങ്കിൽ മറ്റുള്ള മാഫിയകളിൽ നിന്ന് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആരുപയോഗിക്കും? എന്റെയും നിങ്ങളുടെയും മക്കളെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതെങ്കിലും സെക്സ് മാഫിയക്കോ മരുന്ന് മാഫിയക്കോ തിന്നു കൊഴുക്കാനുള്ള ടൂളുകളാണോ എന്റെയും നിങ്ങളുടെ മക്കൾ? ആണോ? അതിനാണോ കാക്കക്കും മരുന്നൊന്നും കൊടുക്കാതെ ഇത്രയും കാലം നമ്മൾ മക്കളെ പോറ്റി വളർത്തിയിരിക്കുന്നത്? ഒന്ന് ആലോചിച്ചു. കേരളം മുങ്ങുകയാണ്. ഒരുപാട് സത്യങ്ങൾ പറയാം. കുറെ വാക്കുകൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങൾ മാസ് മൈഗ്രേഷൻ വാക്ക് ചോദിക്കാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം നോക്കാം. മാസ് മൈഗ്രേഷൻ എന്ന വാക്ക് കേട്ട് എത്ര പേരുണ്ട്? മാസ് മൈഗ്രേഷൻ കൈ ഉയർത്തു. ഇതിന് ഫ്രീ ആയിട്ട് ഞാൻ 2ാം തവണ ഇവിടെ വരുന്നത്. ഒരു കുടുംബയോഗം പോലെ. നിങ്ങൾ ഇത്ര ഗൗരവമൊന്നും പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല പ്ലീസ്. മാസ് മൈഗ്രേഷൻ എന്ന വാക്ക് കേട്ട് എത്ര ആൾക്കാരുണ്ട്? 2, 3, 4 പേര്. ഓക്കെ, വെരി ഗുഡ്. 5 പേര്. താങ്ക് യു സാർ. ഇല്ലുമിനാറ്റി കൾച്ചർ എന്ന വാക്ക് കേട്ട് എത്ര പേരുണ്ട്? ഇല്ലുമിനാറ്റി കൾച്ചർ എന്ന വാക്ക് കേട്ട് എത്ര പേരുണ്ട്? ഓക്കെ, ഒരാൾ, 2 പേർ. ഇല്ലുമിനാറ്റി കൾച്ചർ. ഇപ്പൊ ക്വാളിഫൈഡ് ക്രിമിനൽസ് ഞാൻ പറഞ്ഞു. സാപ്പിയോ സെക്സ് എന്ന് പറയുന്ന വാക്ക് കേട്ട് എത്ര പേരുണ്ട്? സാപ്പിയോ സെക്സ്. ഡ്രഗ്സ് ആൻഡ് ഡേറ്റിംഗ് ഹാബിറ്റ്, ഇത് കേട്ട് എത്ര പേർക്ക്? ഡേറ്റിംഗ് ഹാബിറ്റ് എന്ന വാക്ക് കേട്ട് എത്ര ആളുകളുണ്ട്? ഇതൊക്കെ 4ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കേരളം എന്നുള്ള നമ്മളുടെ ഈ നല്ല ഏറ്റവും സുന്ദരമായ ഭൂമി, ഈ കപ്പൽ മുങ്ങാൻ പോവുകയാണ്. കുട്ടികളിലുള്ള ആത്മവിശ്വാസത്തെയും അവരുടെ കഴിവിനെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന കാര്യങ്ങളാണ് പുതിയ കാലഘട്ടത്തിന്റെ മെറ്റാവേഴ്സ് കാലഘട്ടത്തിന്റെ ഭാഗമായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മെറ്റാവേഴ്സ് കാലം എന്ന് പറയാം. എത്ര പേര് കേട്ടിട്ടുണ്ട് മെറ്റാവേഴ്സ് കാലം? ഇത് 21st സെഞ്ചുറിയാണ്, 21st സെഞ്ചുറിയാണ്. എല്ലാം ഫാസ്റ്റാണ്. നമ്മൾ ചിന്തിക്കുന്നതിന്റെ 10 ഇരട്ടി വേഗത്തിലാണ് ഇതിനെ കുട്ടികളൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ആർദ്ര പാലക്കൻ വളരെ മിടുക്കിയായ കുട്ടിയാണ്. ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്കോട് കൂടിയാണ് ആർദ്ര പാലക്കൽ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായത്. 2 ആഴ്ച മുമ്പേ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ, ഒരു ദിവസം വൈകുന്നേരം വീട്ടിനടുത്തുള്ള ഒരു കല്യാണ പാർട്ടിയിൽ റിസപ്ഷൻ പരിപാടി നമ്മൾ പങ്കെടുക്കാൻ പോയി. അവിടെ വെച്ചിട്ട് 5-8ഓളം കുട്ടികൾ പറയും, ഞങ്ങൾക്ക് നാളെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ഫുൾ A+കാരെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങാണ്, ഞങ്ങൾക്ക് രാവിലെ പോകണമെന്ന്. എവിടെ വെച്ച് ഡിസ്കഷൻ നടന്നു? ഈ കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഡിസ്കഷൻ നടന്നു. 9 മണിക്ക് വീട്ടിലെത്തിയ ആർദ്ര പാലക്കലിന് ഏറ്റവും മികച്ച രീതിയിൽ പാസ്സായ ആ കുട്ടിക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. 10, 11, 12 മണി വരെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അങ്ങനെ ലോകം അറിയുന്നു. കൃത്യം 1 മണിക്ക് ഒരു ഷാളിന്റെ അറ്റത്തൊരു വിലാപമായിട്ട് ഈ ആർദ്ര പാലക്കൽ എന്നുള്ള കുട്ടി തൂങ്ങിയാടി. കാരണം ഈ കുട്ടിക്ക് ഒരു വിഷയത്തിൽ മാത്രം A+ ആയിപ്പോയി, ബാക്കിയെല്ലാം ഫുൾ A+. ഒരു വിഷയത്തിൽ മാത്രം എന്തായിപ്പോയി? A ഗ്രേഡ് ആയിപ്പോയി. ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിൽ ഒരു വിഷയത്തിൽ മാത്രം A ഗ്രേഡ് ആയി, ബാക്കിയെല്ലാം A+കാരെ സ്കൂളിൽ വിളിച്ചിട്ടുള്ളൂ. ഈ കോംപ്ലക്സ് കൂട്ടുകാരികൾ സ്കൂളിൽ പോയിട്ട് ചെറിയ 150 രൂപയുടെ ഒരു ട്രോഫി വാങ്ങിക്കുമ്പോൾ അതിന് ക്ഷണിക്കപ്പെടാതിനുള്ള കോംപ്ലക്സിൽ ഇത്രയും ബുദ്ധിയും വിവേകവും വിവരമുള്ള, ഞാൻ പറയാൻ കാരണം എനിക്കറിയാം, ആ കുട്ടി സ്റ്റുഡന്റ് പോലീസാണ്. കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ സ്റ്റുഡന്റ് പോലീസുകാരുടെ ജില്ലാ ക്യാമ്പും സംസ്ഥാന ക്യാമ്പും ഒക്കെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അവിടെ കിട്ടുന്ന ക്ലാസ്സുകളുണ്ട്, അത്രമേൽ ശക്തമായ ക്ലാസ്സുകളാണ് സ്റ്റുഡന്റ് പോലീസിലെ കുട്ടികൾ കിട്ടുക. അത് കിട്ടിയ ഒരു കുട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ജീവിതത്തിലെ നിസ്സാരമായ ഒരു പ്രശ്നം പോലും അല്ലെ അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത, താങ്ങാൻ പറ്റാത്ത എന്ത് ചെയ്യുന്നത്? ഈ ഭൂമുഖത്ത് നിന്ന് മാഞ്ഞു പോയിരിക്കുന്നത്. ആർദ്ര എന്റെ നാട്ടുകാരിയാ, തലശ്ശേരി പാനൂരുകാരിയാ. പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അല്ലെ? ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ഒരു വിഷയത്തിൽ A ഗ്രേഡ് ആയി പോയതിന് ആത്മഹത്യ ചെയ്യുന്ന നല്ല പഠിപ്പുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്പോർട്സിൽ ഉഷാറാണ്, ക്വിസ് കോമ്പറ്റീഷനിൽ ഏറ്റവും മുന്നിലാണ്, ഡാൻസുകാരിയാണ്. ഇതൊക്കെ അറിയുന്ന കുട്ടി ഇപ്പൊ വിദ്യാഭ്യാസം എന്നാൽ, പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസം ഭാവിയിലേക്കുള്ള പാസ്പോർട്ടാണ്. വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ ജീവിതം നേടുക എന്നാണ് അർത്ഥം. വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് ഇന്നലെയേക്കാൾ ബെറ്റർ ഇന്നാണെന്ന് പറയാൻ പറ്റണം. അല്ലെങ്കിൽ ലൈഫ് കൊണ്ട് ഒരു എഡ്യൂക്കേഷൻ കൊണ്ടൊന്നോ കാര്യമുണ്ടോ?
ഇത്രയും പഠിച്ചിട്ട് ഇത്രയും മാർക്ക് മേടിച്ചിട്ട് സ്വന്തം ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്തോത്തിനാ വിദ്യാഭ്യാസം? ഈ സിസ്റ്റം തെറ്റാണ് സാർ. കരിയറും ജോലിയൊക്കെ പിന്നെയല്ലേ, അവനവന്റെ ലൈഫ് സംരക്ഷിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് പഠനം? അപ്പൊ മക്കളെ പറഞ്ഞു പഠിക്കണം. പഠനം ജോലിയോ കരിയറോ പണമോ മറ്റ് സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നുമല്ല. ലൈഫാണ് ഏറ്റവും, ജീവിതമാണ് ഏറ്റവും വലിയ പരീക്ഷ. അവിടെ തോറ്റാൽ നീ തീർന്നു അല്ലേ? അതിൽ റിപ്പീറ്റ് പരീക്ഷ ഉണ്ടോ, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ലൈഫിൽ അല്ലേ? അപ്പൊ അവിടെ തോക്കരുത്. നമ്മളെ തോപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. അവിടെ ഒരുപാട് എഡിക്ഷൻ, ഡ്രഗ് എഡിക്ഷൻ, ഗെയിം എഡിക്ഷൻ, ഫോൺ എഡിക്ഷൻ, പോൺ എഡിക്ഷൻ, റിലേഷൻഷിപ്പ് എഡിക്ഷൻ, ഫുഡ് എഡിക്ഷൻ. 6 എഡിക്ഷനാ. ഇതിനെ സസ്യകളെ ക്ലാസ് ഉണ്ട്, ഇതിനൊക്കെയുണ്ടെന്ന്. 6ലും 7ലും പഠിക്കുന്ന കുട്ടികളൊക്കെ പോൺ എഡിഷൻ സംഭവിച്ചിരിക്കുന്ന രക്ഷിതാക്കൾ നമ്മൾ എത്ര പേർക്കറിയാം? കണ്ണൂരിലെ വളരെ പ്രശസ്തമായ ഇംഗ്ലീഷ് മീഡിയത്തിൽ പണച്ചാക്കുകളുടെ മക്കൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ കൗൺസിലറാണ്, 5ൽ പഠിക്കുന്ന ഒരു കുട്ടിയും അമ്മ എൻ്റെ അടുത്ത് വന്നു. കുട്ടി പോൺ എഡിഷനാണ്. അശ്ലീല വീഡിയോ കാണാതെ ഈ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ക്ലാസ് പറഞ്ഞപ്പോ അല്ലെ പല രക്ഷിതാക്കൾ അത്ഭുതത്തോടെ നോക്കി. ഉടനെ അവിടെ ഒരു പേരന്റ് ഓടി വന്നിട്ട് ക്ലാസ് തന്നെ അടുത്തേക്ക് വന്നു. സാർ പറഞ്ഞതിൽ പിശകുണ്ട്. ഞാൻ ആകെ പേടിയായി. 5ാം ക്ലാസ്സിലെ കാരനെ അല്ലെ പോൺ സൈറ്റ്സ് പറഞ്ഞത്. സാർ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകൻ പോൺ സൈറ്റ് കാണാറുണ്ട് എന്ന് പറഞ്ഞ തെറ്റിപ്പോയി. നിങ്ങൾ ആലോചിക്കോ, എന്നെ തിരുത്തി അദ്ദേഹം. തിരുത്തി എന്താണ് സാറ് പറഞ്ഞത്? ഒരു ക്ലാസ് എന്താണ് കുറവാണ്. നേരത്തെ തന്നെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കും. വല്ലാത്ത നമ്മൾ ചിന്തിക്കുന്ന പോലെ കുട്ടികൾ ചിന്തിക്കുന്നത്. കാരണം അവരെന്താണോ കഴിക്കുന്നത് അതാണ് അവരുടെ ശരീരം. പ്രായപൂർത്തിയാകാത്ത കോഴിയെ ഇഞ്ചക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണ് അവർ കഴിക്കുകയാണ് സാർ. അതാണ് നമ്മൾ കഴിക്കുന്നത്. കാരണം പ്രായപൂർത്തിയാവാത്ത സാധനത്തെ പ്രായപൂർത്തിയാക്കി എന്ത് ചെയ്യുന്നു അല്ലെ, ഇഞ്ചക്ട് ചെയ്യുന്നു. ഈ സാധനം കഴിക്കുന്നത് ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാൻ എന്താണോ കഴിക്കുന്നത് അതാണ് എന്റെ ശരീരം. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട്, ഈ ഹോർമോൺസ്, കോഴിയിൽ കിട്ടുന്ന ഹോർമോൺസ്, മത്സ്യത്തിൽ പോലും കിട്ടുന്ന ഈ ഹോർമോൺസ് കഴിക്കുന്ന നമ്മൾ എന്ത് ചെയ്ത് ഈ സംഭവം വളർച്ച ഉണ്ടാവുന്നു. അതുകൊണ്ട് ചെറുപ്പത്തിലെ വയസ്സായി പോകുന്ന കുട്ടികളാണ് നമ്മളേത്. ചെറുപ്പത്തിലെ വയസ്സറിയിക്കുന്ന മക്കളാണ് നമ്മളേത്. പണ്ടൊക്കെ ടീനേജ് എന്ന് പറഞ്ഞാൽ 13 to 19 ആണ് ടീനേജ്. അതായത് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം, ടീൻ എന്ന് അവസാനിക്കുന്ന വാക്കുകൾ വരുന്നതാണ് ടീനേജ്. 12 വരില്ല, 12 വയസ്സ് വരില്ല. എപ്പോഴാണ് 13, 8ാം ക്ലാസ്സിൽ എത്തണം. 13, 14, 15, 16, 17, 18, 19, 20 വരില്ല, കഴിഞ്ഞു. ഇതാണ് ഏറ്റവും ക്രൂഷ്യലായ ഡേഞ്ചറസ് ആയ പ്രായം. ഇന്ന് അതൊക്കെ പോയി. ഇന്ന് ചെറിയ 4ലും 5ലും കുട്ടികൾ ആരായിട്ട് കാണണം? ടീനേജേഴ്സായിട്ട് കാണണം. ശരിയല്ലേ? കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അടിസ്ഥാനം. കാരണം അപ്പൊ ശരീരം മാറുന്നു, ഹോർമോൺസ് മാറുന്നു, ഇതോടൊപ്പം തന്നെ ചിന്താരീതി മാറും. 15 വയസ്സിൽ നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് പ്രണയത്തെ കുറിച്ച് പോലും അറിയില്ല. പക്ഷേ അല്ലെ ചെറിയ മക്കൾ എന്ത് ചെയ്യുന്നു, അവര് പ്രേമിക്കുന്നു. നിങ്ങൾ കാണുന്ന എന്തൊക്കെ വാക്കുകൾ ഞാൻ അടുത്ത ഇവിടെ തന്നെ കാലങ്ങാട് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. വേണമെങ്കിൽ ഒന്നുകൂടി പറയാൻ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ് ഡേയിൽ ഉണ്ടായ സംഭവത്തെ കുറിച്ച് അവിടുത്തെ പ്രിൻസിപ്പാൾ പറയാണ്. ഫസ്റ്റ് ഡേ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഡേ ഉച്ചയ്ക്ക് സമയത്ത് 12:30 ആയ സമയത്ത് 1ാം ക്ലാസ് ബിയുടെ മുമ്പിൽ കൂട്ട നിലവിളി. ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പളും അങ്ങോട്ട് ഓടി. എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്, പാമ്പാണെന്നാണ് വിചാരിച്ചത്. ഓടിപ്പോയി. ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥിയുടെ കഥയാണ് പറയുന്നത്. പോയി നോക്കുന്നു, കാണുന്ന കാഴ്ച കുട്ടികളൊക്കെ നിലവിളിക്കുകയാണ്. 2 കുട്ടികൾ, 2 ബോയ്സ് എന്ത് ചെയ്യാണ്, കോളറിൽ കുത്തിപ്പിടിച്ചിട്ട് ടൈയിൽ കുത്തിപ്പിടിച്ചിട്ട് കെട്ടി മറിയുകയാണ്. പൊരിഞ്ഞടി. ഫസ്റ്റ് ഡേ ടീച്ചർ പിടിച്ചു മാറ്റി കാര്യം അന്വേഷിച്ചു. അടിക്ക് കാരണം ഒരു പെൺകുട്ടിയായിരുന്നു. കാരണം ഈ പെൺകുട്ടിക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് അവരുടെ വാട്ടർ ബോട്ടിൽ തുറക്കാൻ പറ്റുന്നില്ല. അമ്മ ബുക്കിൽ മറിയെന്ന് വെച്ചിട്ട് നല്ല ടൈറ്റായി ഇട്ട് കൊടുത്തിട്ട് പാവം പെട്ട് പല പണിയും നോക്കിയെന്നില്ല, ഇത് തുറക്കാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ ഈ കുട്ടിയുടെ പെടാപ്പാട് കണ്ടിട്ട് എമ്പതി തോന്നി. അതൊരു വികാരമാണ്. 80 മാർക്കുണ്ട്. 80 തോന്നി, സിമ്പതി അല്ല, 80 തോന്നി ഒരു പയ്യനത്തിന് ഫോൺ കടിച്ചു പിടിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട്, അതുമാത്രമല്ല കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഈ മൂടിയിലേക്ക് വെള്ളം പകർന്നിട്ട് ആ കുട്ടിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ സ്പോട്ടിൽ പിറകിലിരിക്കുന്ന ചെക്കന് ഓടി വന്നിട്ട് ഇവന്റെ കോളറെ പിടിച്ചിട്ട് പറയും, എന്റെ പെണ്ണിന് വെള്ളം കൊടുക്കാൻ നിന്നോട് ആരോടാ പറഞ്ഞത്? ഫസ്റ്റ് ഡേ ഉച്ചയാകുമ്പോഴത്തേക്കും എന്റെ പെണ്ണും നിന്റെ പെണ്ണും ആയെന്നുള്ള ചിന്ത നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നു. ഏതാ ക്ലാസ്? 1ാം ക്ലാസ്. എന്താ കാരണം? ബിഗ് ബോസിലെ പരിപാടി ഏറ്റവും നന്നായിട്ട് തെറി പറയുന്നവർ, ഏറ്റവും നന്നായിട്ട് വഴക്ക് കൂടുന്നവർ, അവർക്കാണ് എന്ത് കിട്ടുക? കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങൾ കിട്ടുക. ഇത് കണ്ടിട്ടാ വളരുന്നത്. ഇന്ന് സ്വാമി വിവേകാനന്ദൻ മരിച്ച ദിവസമാണ്. സ്വാമി വിവേകാനന്ദനോ നാരായണ ഗുരുവോ ജീസസ് ക്രൈസ്റ്റോ മുഹമ്മദ് നബിയോ പിന്നെ ചട്ടമ്പി സ്വാമിയോ ഒന്നും അല്ല പിള്ളേരുടെ മോട്ടോ. അവരുടെ എന്താ പറയാ ലീഡേഴ്സ് ആരാ? ഗബ്രി, ജിൻഡോ, ജാസ്മിൻ, ഓക്കെ, ഇവരൊക്കെയാണ് നമ്മുടെ പിള്ളേരെ ആരാധിക്കുന്ന ആളുകൾ. ഇവരെ പോലെ ആവാനാണ് പിള്ളേർ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്ത് കാണുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? വെറുതെ പറയണം, നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാവരും എവരൊന്ന് പഠിക്കാനാണ്. ഈ ഫസ്റ്റ് ഡേ ഒക്കെ ഇങ്ങനെ അടി കഴിയാനുള്ള ആ ഒരു വിഷ്വലൈസേഷൻ എവിടുന്ന് കിട്ടാനാണ്? ഒന്നും കുട്ടികളിലേക്ക് നേരിട്ട് വരുന്നില്ല. ഇൻപുട്ട് ഔട്ട്പുട്ട്. കുട്ടികളുടെ വായിൽ തെറി വരുന്നുണ്ടെങ്കിൽ ഇത് ദൈവം തെറി നിറച്ചു കൊടുത്തിട്ടില്ല. എന്ത് ചെയ്ത് നമ്മൾ പറയുന്ന തെറി കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികൾ ആ തെറി പുറത്തേക്ക് ഇടുന്നത്. കൊടുത്തതേ കിട്ടൂ. ഇൻപുട്ട് ഔട്ട്പുട്ട്.
കുട്ടി ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് പലപ്പോഴും വണ്ടിയിൽ പോകുമ്പോഴാണ് ഇത്തരം ബാഡ് വേർഡ്സ് കുട്ടികൾ പഠിക്കുന്നതാണ് പറയല്ലേ. വീട്ടിൽ നിന്ന് നമ്മൾ അറിയാതെ പറയുന്ന, ശ്രദ്ധിക്കാതെ പറയുന്ന തെറികൾ പോലും ചെയ്യുന്ന കുട്ടികൾ ഇൻവെസ്റ്റ് പേപ്പർ പോലും ഒപ്പിയെടുക്കും. അവര് കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യുന്ന ഇത് കൊടുക്കും. അതുകൊണ്ട് ആ മറ്റപ്പുറത്തെ വീട്ടിലെ ചെക്കൻ, അങ്ങനെയാണ് നമ്മൾ പറയാം, നമ്മുടെ വർത്തമാനം പൊതുവെ അങ്ങനെയാണ്. അപ്പുറത്തെ വീട്ടിലെ ചെക്കനും എൻ്റെ മോനും, അപ്പുറത്തെ വീട്ടിലെ പെണ്ണും എൻ്റെ മോളും. എന്നെ വിടക്കാക്കിയത്, എൻ്റെ കുട്ടിയെ വിടക്കാക്കുന്ന മോശാരാണ് അല്ലെ? എൻ്റെ കുട്ടി കുഴപ്പമൊന്നുമില്ല. ആരാണ്? അപ്പുറത്തെ വീട്ടിൽ ആരാണ്? ചെക്കനാണ്. മറിച്ചല്ല വർത്തം ആറ്റിറ്റ്യൂഡ് സെവർത്തി. ഇപ്പുറം എൻ്റെ മോളും അപ്പുറത്തെ വീട്ടിലെ പെണ്ണും. നമുക്ക് കാക്കക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞാണ്. മറ്റുള്ള കുട്ടികളുടെ മുകളിൽ, ടീച്ചേഴ്സിന്റെ മുകളിലൊക്കെ ആരോപണം ചാരിയിട്ട് നമ്മൾ അവരുടെ ഐക്യു നോക്കും. ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ പരീക്ഷകൾ ഇത്തരം കോ-കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പാഠപുസ്തകത്തിന് അപ്പുറമാണ് വിജയം കൊണ്ടുവന്ന് തരുന്നത്. ഓക്കെ, ഐക്യു ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ അത് ഫുള്ള് അപ്രസമായിട്ടും നമ്മൾ ടീച്ചേഴ്സ്, ക്വാളിഫൈഡ് ടീച്ചേഴ്സുകളെ പഠിപ്പിക്കും. അത് നിങ്ങൾ പഠിക്കണ്ട. പക്ഷെ ഇനിയാണ് 5 ക്വസ്റ്റ്യൻ ഉണ്ട്, ആര് പഠിപ്പിക്കും? അവിടെയാണ് നിങ്ങൾ ടീച്ചേഴ്സ് ആവേണ്ടത്. ഇക്യു, ഇമോഷണൽ ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധി, വികാരങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം. ദേഷ്യം വരുമ്പോ ക്ഷമ, പേഷ്യൻസ് അല്ലെ? പൊട്ടിത്തെറിക്കാൻ, തെറി പറയുന്ന കുട്ടികൾ, വല്ലാണ്ട് തെറി പറയുന്ന മക്കൾ. എങ്ങനെയും തെറിപ്പിക്കുന്നതാണ് തെറി. തെറിയുന്ന വാങ്ങാൻ വന്ന് തെറിക്കുന്നതാണ് തെറി. ചളി തെറിക്കുകയല്ലേ ചെയ്യുക. ഇപ്പൊ തെറിക്കുന്നതാണ് പലപ്പോഴും തെറി. എങ്ങനെയാ വരുന്നത്? ആലോചിച്ചാൽ മതി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, എവിടുന്നോ കിട്ടുന്ന കാര്യങ്ങൾ അവരുടെ ബോധമണ്ഡലത്തിലേക്ക് അത് ഇൻപുട്ട് ആവുന്നു. അവരെന്ത് ചെയ്യുന്നു? ദേഷ്യം വരുന്ന സമയത്തോ അല്ല ടീച്ചറെ പോലെ വിളിക്കും. അതിന്റെ ഭവിഷ്യത്ത് അറിയില്ല. നന്നായിട്ട് തെറി പറയുന്ന കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലുമിനാത്തി കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈശ്വരഭക്തി ഇല്ലാത്ത, ദൈവമുണ്ടെന്ന് വിശ്വസിക്കാത്ത, അവരുടെ ദൈവം പിശാചാണ്. ഇത് കേരളത്തിൽ ഇഷ്ടം പോലെ ആളുകളിൽ നിന്ന് മെമ്പേഴ്സാണ്. എറണാകുളത്ത് ആരംഭിച്ച ടീംസ് ഒരുപാട് സ്ഥലത്തിന്റെ കുട്ടികൾ, ശരീരത്തിൽ പ്രത്യേക ഭാഗങ്ങളിൽ ടാറ്റു അടിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സിൽ അവരുടെ ചിഹ്നങ്ങൾ മാർക്ക് ചെയ്യുന്ന കുട്ടികൾ, വരക്കുമ്പോൾ, ചിത്രം വരക്കുമ്പോൾ മനുഷ്യന്റെ ഉടലും മൃഗങ്ങളുടെ തലയും വരക്കുന്ന കുട്ടികൾ. നിങ്ങൾ നോട്ട്ബുക്ക് നോക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരച്ചാൽ മനസ്സിലാക്കുക ഇവർ ഇല്ലുമിനാത്തി ഗ്രൂപ്പാണ്. പിശാചാണ് അവരുടെ ദൈവം. അവർ ആനന്ദത്തിന് വേണ്ടി ജീവിക്കുന്ന, ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ജീവിക്കുന്ന, അവർ വിവാഹത്തിനെതിരാണ്. ഈ മക്കളെത്തിയില്ല. കേരളത്തിലെ പെൺകുട്ടികൾ വിവാഹം കഴിക്കാതിരിക്കാൻ പോയി, അറിയോ? കേരളത്തിലെ മിക്ക പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത് അവർക്ക് അവരുടെ ലോകമുണ്ട്. പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല. ഇതൊക്കെയുള്ള കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് അടിച്ച് ഇറക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരാണ് ഇല്ലുമിനാത്തി ഗ്രൂപ്പ്. ഇറങ്ങുന്ന സിനിമകൾ നോക്കിയാൽ മതി നിങ്ങൾ. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു പോലുള്ള സിനിമകളൊക്കെ മനസ്സിലാവും. കാരണം അവർ പറയുന്ന കഥകൾ, ഇപ്പൊ ഇറങ്ങിയ ഒരു 10 കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ സിനിമകളിൽ, 5 കൊല്ലത്തിലുള്ള സിനിമയിലൊന്നും അച്ചാച്ചനും അമ്മമ്മയും ഉപ്പയും ഉമ്മൂമ്മയൊന്നും എവിടെയില്ല കഥാപാത്രമായിട്ട് വരുന്നത്. ശ്രദ്ധിച്ചു നിങ്ങൾ. ആരെ ഉണ്ടാവും? ഈ പ്രേമിക്കുന്ന, കളിക്കുന്ന ഈ പിള്ളേർ മാത്രമേ ഉണ്ടാവും. അവർ ആരില്ല. കുടുംബ സിസ്റ്റം എതിരാ. അവർ കുടുംബമില്ല. കാരണം അവർ കല്യാണത്തിനെതിരാ. അഥവാ കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടില്ല. എത്രയോ കൗൺസിലിംഗ് സെന്ററൊക്കെ വന്നിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ ആൾക്കാർ, അതിൽ വലിയ ഗസലറ്റ് ഓഫീസേഴ്സ്. പക്ഷെ എന്തില്ല, അവര് കുട്ടികളെ ഉണ്ടാക്കുന്നില്ല. കാരണം പുനർജനി, അടുത്ത ജനറേഷനെ കുറിച്ച് അവർക്ക് എന്തില്ല, ഇവരുടെ സംഘടനയ്ക്ക് എതിരാ പോലും എന്തിന്ന് കുട്ടികൾ നെഗറ്റീവ് എനർജിയെ പോലും അവർ വേണ്ട. പിന്നെ എന്തൊരു സിസ്റ്റം നിന്ന് പോകാൻ. ഇപ്പൊ ഇങ്ങനെ അരാജകത്വവാദമുള്ള, ജീവിതത്തെ കുത്തഴിഞ്ഞ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഇവിടെ വളരുന്നുണ്ട്. അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ഗ്രൂപ്പിന്റെ ശ്രേണിയിലേക്ക് എന്റെയും നിങ്ങളെയും മക്കളെ പറഞ്ഞയക്കാതിരിക്കുമ്പോഴാണ് സിസ്റ്റം നിൽക്കുന്നത്. ഇപ്പൊ മാസ് മൈഗ്രേഷൻ, കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാസ് മൈഗ്രേഷൻ. ഈ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് 2 കൊല്ലം കൊണ്ട് 6 ലക്ഷം പേര് ഇന്ത്യയിൽ നിന്ന് വിദേശ പൗരത്വം നേടി. അറിയോ? നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പഠിക്കുന്നില്ല. +2 പഠിക്കാൻ വേണ്ടി പോലും പുറത്തേക്ക് പോയ കുട്ടികളെ കുറിച്ച് ടീച്ചേഴ്സ് ഇവിടെ പറഞ്ഞു. സാധാരണ ഡിഗ്രി പഠിക്കാനും പുറത്ത് പോവുക. ഇപ്പൊ എന്താണ്, SLC കഴിഞ്ഞിട്ട് +2 പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുക. UK, USA, ഓസ്ട്രിയ, ജർമ്മനി, ജപ്പാൻ, ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പലായനം ചെയ്യപ്പെടുന്നു. കഴിവുള്ള, മാർക്കുള്ള കുട്ടികളൊക്കെ പുറത്തു പോവുകയാണ്. എന്താ അപകടം ചോദിച്ചാല്, അവിടെ പഠിക്കുന്ന കുട്ടികൾ അവിടെ പഠിപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നില്ല. അവിടെ തന്നെ കല്യാണം കഴിച്ച് സെറ്റിലാവുന്നു. കേരളത്തിൽ 10 ലക്ഷത്തിലധികം വീടുകൾ കൂട്ടിക്കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വയസ്സാം കാലത്ത് നമ്മുടെയൊക്കെ പ്രായമായാല് കിടക്കയിൽ ശയ്യാവലംബായ നിൽക്കുന്ന സമയത്ത് ഒന്ന് കഞ്ഞി കോരി തരാൻ, അസുഖ സമയത്ത് മരുന്നെടുത്ത് തരാൻ, ചത്താൽ കൊള്ളി വെക്കാൻ, അല്ലെങ്കിൽ മരണാനന്തര ശുശ്രൂഷ നടത്താൻ പോലും ആരില്ല. നമ്മുടെ മക്കളെ ഒന്നും എനിക്ക് കിട്ടില്ല. കാരണം നിങ്ങൾ മക്കളോട് ചോദിച്ചാൽ മതി, ഒരാൾ ഇവിടെ പഠിക്കാൻ താല്പര്യമാണ്. ഇതിന്റെ പേരാണ്, ഈ ക്യാൻസറിന്റെ പേരാണ് മാസ് മൈഗ്രേഷൻ. എല്ലാ പിള്ളേരും മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ലാസ്റ്റ് ഒരു 2.5 ലക്ഷം കുട്ടികളാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിട്ട് പഠിക്കുന്നത്. നിങ്ങളെ വീട്ടിലുണ്ടാകും കുട്ടികൾ, വലിയ കുട്ടികൾ അല്ലേ? 10-17 വർഷം കേരളത്തിന്റെ സൗജന്യം നമ്മുടെ മക്കളുടെ HR പവർ, ഭൗതികമായ കാര്യം മുഴുവൻ ഉപയോഗിക്കുന്നവരാ വിദേശ ശക്തികളാണ്. ഏതോ വിദേശ ശക്തികൾക്ക് വേണ്ടി അടിമപ്പണി എടുക്കുകയാണ് നമ്മുടെ മക്കൾ. മാസ് മൈഗ്രേഷൻ, ഇതിനാണ് നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അതിനുള്ള സംവിധാനം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മെന്ററിങ് കൂടി ചെയ്യുന്ന ആളുകളായിട്ട് ആരും മാറണം. നിങ്ങൾ മാറണം. നിങ്ങൾ പറഞ്ഞാലേ കേൾക്കും.
കേരളത്തിലെ 14 ജില്ലകളിലും ഫുൾ A+ അഭിനന്ദിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ പങ്കെടുക്കും. പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് കുട്ടിയോട് എത്ര പേർ ഇവിടെ ഹയർ സ്റ്റഡീസിന് താല്പര്യമുണ്ട്? ഒരുത്തിനും കൈവന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിള്ളേർക്ക് താല്പര്യമില്ല. ഒരുപാട് പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ രക്ഷയില്ല, പിൻവാതിൽ നിയമനം, അല്ലെ, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് പ്രതീക്ഷയില്ല നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ, അതൊക്കെ മാറും, അതൊക്കെ മാറ്റും, അല്ലെ. ആ രീതിയിലേക്ക് വിശ്വാസം കൊടുത്താൽ മാത്രം അവരോട് നിൽക്കൂ. ഇപ്പൊ കേരളം മുങ്ങാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടു. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ രണ്ടുപേർക്കിടയിൽ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ? ഇതാണ് ജനറേഷൻ ഗ്യാപ്പ്, അല്ലേ? ഈ കുട്ടികൾ ന്യൂജൻ, നമ്മൾ പഴഞ്ചൻ. അതാണ് ഏറ്റവും വലിയ ജനറേഷൻ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം വരാത്തവർക്ക് വേണ്ടിയിട്ട് 17 വർഷം വരെയുള്ള ഒരു ജനറേഷനും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതൊന്നും അറിഞ്ഞില്ല പിന്നെ നമ്മൾ കാര്യം കട്ടപ്പോകയാണ്. 17 വർഷം വരെയുള്ള വയസ്സ് വരുന്ന ഒരു ഗ്രൂപ്പും 45 വയസ്സിന് ശേഷമുള്ള മറ്റൊരു ഗ്രൂപ്പാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവും. കാരണം 17 വർഷം കഴിയുമ്പോൾ ഇവര് മൈഗ്രേറ്റ് ചെയ്യപ്പെടും. കേരളത്തിൽ അവരില്ല. ഓക്കെ, അപ്പൊ പോയില്ലേ, വലിയ ഗ്യാപ്പ് വന്നു. പിന്നെ MDMA, മെത്ത്, ക്രിസ്റ്റൽ പോലെയുള്ള ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുടെ മാക്സിമം ആയുർദൈർഘ്യം 10 കൊല്ലം. 14 വയസ്സുള്ള കുട്ടി 24 വയസ്സാവും. ചെറിയ കുട്ടിയെ തന്നെ 17 വയസ്സിലൂടെ തട്ടിപ്പോവും. അറ്റാക്ക് വന്നിട്ട് മരിക്കും, BP കൂടിയിട്ട് മരിക്കും, BP കുറഞ്ഞിട്ട് മരിക്കും. ക്ലിയർ ആണോ? അഥവാ അങ്ങനെ മരിച്ചില്ലെങ്കിൽ ഇവർക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ നൂറ്റാണ്ടിന്റെ ഒരു അസുഖമുണ്ട്. ഡിപ്രഷന്റെ മൂത്ത പുത്രിയുടെ പേരാണ് സൂയിസൈഡ് അറ്റംപ്റ്റ്, അല്ലെ? ഒരു വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്ന ശരീരത്തെ എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്യണമെന്നുള്ള ആഗ്രഹ കുട്ടികൾ നടപടിയും അവരെങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യും. ഈ വർഷം എത്രമാത്രം ക്ലാസ്സുകൾ നമ്മൾ എടുത്തു അറിയോ? സൂയിസൈഡ് പ്രിവെൻഷൻ. പണ്ടൊക്കെ മുതിർന്നവർക്ക് എടുക്കുന്ന ക്ലാസ് കഴിഞ്ഞ വർഷം മുഴുവൻ +1 +2 കുട്ടികൾ കേരളം മുഴുവൻ എടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് പി സതീദേവി കേരള വനിതാ കമ്മീഷൻ ചെയർമാന്റെ കൂടെ അവരുടെ ക്ലാസ്സിൽ അവർ ഇരുന്നിട്ട് എടുത്ത ക്ലാസ്സാണ്. എനിക്ക് ഓർമ്മയുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ചെറിയ മക്കൾക്ക് എന്ത് കൊടുക്കുകയാണ്? ആത്മഹത്യാ പ്രതിരോധം. ആരാ വേണ്ടത് ആത്മഹത്യയിൽ? ജീവിത പ്രയാസം മൂലം നമ്മൾ മുതിർന്നവർ ആത്മഹത്യ നടത്തിട്ട് തലശ്ശേരി കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ 4 ആത്മഹത്യ ഉണ്ടായി. ആത്മഹത്യയുടെ ഹബ്ബായിട്ട് മാറിയാണ് തലശ്ശേരിക്ക്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടത്തുന്ന നഗരം എന്ന് പറയുന്നത് അതിനുള്ള അഭിമാനം നമുക്ക് അഭിമാനിക്കാം. കൊല്ലം എന്ന ജില്ലയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ആത്മഹത്യ നടക്കുന്നത്. കേരളം പോവുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബോയ്, മറ്റേത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടി 3 ദിവസം കൊണ്ട് മരിച്ച കുട്ടിയോട് ഉണ്ടായത്. മൊബൈൽ ഫോണിൽ കളിക്കുന്നതിനെ കുറിച്ച് അമ്മ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കുട്ടി കുളിമുറിയിൽ നിന്ന് തൂങ്ങി മരിച്ചത്. കുറേ സമയത്ത് മൊബൈലിൽ വൈകുന്നേരം ആരോട് സംസാരിക്കുന്നത് ഏച്ചി ചോദ്യം ചെയ്തപ്പോഴാണ് പെൺകുട്ടി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം നടന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ MDMA പോലുള്ള മെത്ത് പോലെയുള്ള ഈ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ 10 കൊല്ലം കൊണ്ട് തട്ടിപ്പോവും, ഡിപ്രഷൻ വന്നിട്ട് സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ അഗ്രഷൻ കൂടിയിട്ട്. അഗ്രസീവ്നെസ് എന്ന് പറഞ്ഞാൽ അല്ലെ, അവർക്ക് ആക്രമണശക്തരായിട്ട് ആരെങ്കിലും കുത്തിക്കൊന്നിട്ടോ വെട്ടിക്കൊന്നിട്ട് ബാക്കി ജീവിതം എവിടെയായിരിക്കും? ജയിലിലായിരിക്കും. നമ്മളെ മക്കളെ കിട്ടില്ല. അപ്പൊ ഗ്യാപ്പ് മനസ്സിലായില്ലേ? 17 വയസ്സ് വരെ കുറച്ച് പിള്ളേർ ഇവിടെ ബാക്കിയുണ്ടാവും. പിന്നെ തലമുടിക്കൊപ്പം നനച്ചു തുടങ്ങി എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. കുട്ടികളില്ല. ഈ വലിയ കാര്യങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാര്യം. അതാണ് മാസ് മൈഗ്രേഷനും ഡ്രഗിന്റെയും ഡേറ്റിംഗിന്റെയും ഹാബിറ്റ്. ഡേറ്റിംഗ് എന്താണെന്നറിയോ? എത്ര പേർക്ക് ഡേറ്റിംഗ് അറിയാം? ഡേറ്റിംഗ് ആപ്പ് ഞാൻ കഴിഞ്ഞ വർഷം പറയുമ്പോൾ ഒരു മലയാളത്തിലെ ആപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ 7 ഡേറ്റിംഗ് മലയാളത്തിലെ ആപ്പുകളുണ്ട്. 4 ദിവസം കൊണ്ട് 6 ലക്ഷം എന്റെയും നിങ്ങളുടെയും പെൺമക്കളാണ് ഈ ആപ്പിൽ എന്ത് ചെയ്തിരിക്കുന്നത്? സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഫ്രീ ആണ്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ആയി. എന്താ സാധനം അറിയോ? ഇണത്തേടൽ ആപ്പ്, തുണത്തേടൽ ആപ്പ്. തുണി ഉണ്ടാവില്ല എന്ന് മാത്രം. കൂട്ടിക്കൊടുക്കൽ ആപ്പ്, പച്ച മലയാളത്തിൽ. മിനിഞ്ഞാന്നുണ്ട് ഡൽഹിയിൽ ഡേറ്റിംഗ് ആപ്പ് വഴി ചീറ്റ് ചെയ്യപ്പെട്ട റേപ്പ് ചെയ്യണം. ഇനിയും നമ്മൾ മലയാളികൾ പഠിച്ചിട്ടില്ല എന്താണ് ഡേറ്റിംഗ് ആപ്പ്. പണ്ടൊക്കെ ഒരാൾ പ്രണയിക്കാനോ അല്ലെ ഫിസിക്കൽ റിലേഷനോ ഒക്കെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾക്ക് പെടാപ്പാട്. ഇന്ന് വളരെ ഒരു മൈതാനത്ത് എല്ലാവരും ഈ ഒരു കാര്യത്തിന് കൊണ്ട് വരികയാണ്. എവിടെയെല്ലാം അവൈലബിലിറ്റി ആണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മലയാളത്തിൽ പോലും ഇത്തരം ആപ്പുകൾ വരും. നമ്മുടെ മക്കൾ ഇതിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ വെളിച്ചത്തിലേക്ക് വീട് ഉടയുകയാണ്. നിങ്ങൾക്ക് നല്ല വിശ്വാസമായിരിക്കും നിങ്ങളുടെ മക്കളെ. എത്ര പേർക്ക്, ഞാൻ വെറുതെ ചോദിക്കണം, എത്ര പേർക്ക് 100% നിങ്ങളുടെ മക്കളെ വിശ്വാസമാണ്? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. കയ്യിൽ ചായ ഉണ്ടല്ലേ? റൈസ് യുവർ ഹാൻഡ്. ഒരു കൈ വെക്കൂ. എത്ര പേർക്ക് നിങ്ങളുടെ മക്കളെ 100% വിശ്വാസമാണ്? നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഇന്നുകൊണ്ട് അവിശ്വസിക്കേണ്ടി വരും. കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ മനസ്സിലാവും. കാരണം നമുക്ക് ഇവിടുത്തെ കൗൺസിലിംഗ് ടീച്ചേഴ്സിന് കാര്യം പറയാൻ പറ്റും. നമ്മൾ വിചാരിക്കും പോലെ എല്ലാ കാര്യങ്ങൾ ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലോ. നിങ്ങൾ സുഖമായിട്ട് കഴിഞ്ഞ് ചായയും ഇതൊക്കെ കഴിക്കാണല്ലേ, നമ്മളോട് വേർത്ത് കുറിക്കാം. ഓക്കെ, ഒരു പ്രതിപക്ഷ ബഹുമാനം വേണം. ഓക്കെ, ശരി. അത് റെസ്റ്റ് ചെയ്യണം. അത് കഴിക്കുമെന്നാ ഒരു 5 മിനിറ്റ് റെസ്റ്റ് പ്ലീസ്. ഓക്കെ, എന്താണെന്നറിയോ? ഇതിന് കാരണമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയാം. ഒരിക്കല് വിജയിച്ച ഒരാളും വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളും കോഫി ഹൗസിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അത് ഒരു മെന്ററും ഒരു മെന്റിയും. അതാണ് പുതിയ വാക്ക്. അപ്പോ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടി വിജയ് സാറിനോട് പറയും, സാർ എന്താണ് സാറിന്റെ സീക്രട്ട് ഓഫ് സക്സസ്, വിജയ രഹസ്യം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവുണ്ട്,
ഭക്ഷണം കഴിക്കുക എന്ന് മാത്രമാണ് എൻ്റെ വിജയരഹസ്യം. പിന്നീട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒറ്റ കാര്യം മാത്രം ചെയ്യാം. നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കാം. ഞാനിത് വെറുതെ തൊണ്ട പൊടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് 4 മിനിറ്റിന് ശേഷം എന്ത് ചെയ്യാം, ക്ലാസ് ആരംഭിക്കാം. ടൈം ഇസ് മണി, ടൈം ഇസ് പ്രഷ്യസ്. സമയത്തെ റെസ്പെക്ട് ചെയ്ത എല്ലാവരെയും കാലം അതിന്റെ എവറസ്റ്റിൽ എത്തിച്ചിട്ടുണ്ട്. സമയത്തെ ഇൻസൾട്ട് ചെയ്ത എല്ലാവരെയും ലോകം അതിന്റെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ചുരുട്ടി എറിഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ മക്കളോടാണ് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ കണ്ടിരിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ലിങ്ക്ഡിലും റീൽസിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിരിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. കുട്ടികളെ വിദ്യാർത്ഥികളെ നല്ല ഇന്ന് കൗൺസിലേഴ്സ് പറയുന്നത് നിദ്രാർത്ഥികൾ എന്നാണ്. എന്താ പേര്? നിദ്രാർത്ഥികൾ. പണ്ടിങ്ങനെയില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് മടുക്കുക, അല്ലെ? ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞാൽ എല്ലാവരും മടുക്കും. വീട്ടിലേക്ക് പോകാൻ ജനഗണന്റെ ബെല്ലിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു കാല് പുറത്ത് ഒരു കാല് ക്ലാസ്സിൽ വെച്ച് കാത്തിരിക്കും. ഒരു സ്ഥലത്ത് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് വരെയൊക്കെ നടക്കൂല. നമുക്ക് ടീച്ചർമാർക്ക് പറയാം. പക്ഷെ രാവിലെ ഫസ്റ്റ് അവർ തൊട്ടിട്ട് എന്ത് ചെയ്യാണ്? കുട്ടികള് ഇരുന്നുറങ്ങുകയാണ്, കോട്ട് വായിടുകയാണ്. കാരണം ഇന്റർനെറ്റ് എഡിഷൻ. മാർക്ക് സുക്കർബർഗിന്റെ ഫേസ്ബുക്ക് കമ്പനിയിൽ രാത്രി 2 മണിവരെയും 3 മണിവരെയൊക്കെ ഫോണിൽ ഇരുന്നിട്ടാണ് പിള്ളേർ ഇവിടത്തേക്ക് വരുന്നത്, നമ്മൾക്കിടയിലേക്ക്. നിങ്ങളുടെ മക്കൾ 9 മണിക്ക് കടന്നുറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ അറിയാതെ അവരെവിടെയാ? മൊബൈൽ ഫോണിലാ, അവര് പച്ചയിലാ, അവര് ഡേറ്റിംഗ് ആപ്പിൽ അവര് സൗഹൃദങ്ങളുമായിട്ട് അവര് ചാറ്റിംഗ്, സെക്സ്റ്റിംഗ്, ബുള്ളിങ്, ഫാമിംഗ്, ഫിഷിംഗ്, ഒരുപാട് കാര്യമുണ്ട്. ഇതൊക്കെ വളരെ വളരെ വൈകാരികമായിട്ട് ഇതൊക്കെ ദത്തെടുക്കാൻ, ഇതൊക്കെ പൊക്കിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണേ? ആളുകള് ഇഷ്ടം പോലെ നമ്മുടെ പിള്ളേരുടെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇത് അറിയാതെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ 5 ഇഞ്ചിന്റെ ചതുരക്കിണറിലേക്ക് മുഖപ്പൂൾ തിരിക്കാൻ ഒറ്റ ശ്രദ്ധയുള്ളൂ മക്കൾക്ക്. ഇന്ന് നോക്കിയാൽ മതി നിങ്ങൾ. ചെറിയ മക്കൾ പോലും കഴിഞ്ഞ വർഷം പറഞ്ഞാണ്, വലതുകാലിലെ ചെരുപ്പ് ഇടതുകാലിലും, ഇടതുകാലിലെ ചെരുപ്പ് വലതുകാലിലും ഇടുന്ന കുട്ടികൾ, ചെറിയ മക്കൾ, ഇംഗ്ലീഷ് പോലും കേട്ടിട്ടില്ലാത്ത കുട്ടികള് അമ്മയുടെ വാട്സപ്പും ഫേസ്ബുക്കും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓരോ ഗെയിം കയറ്റും. ഇതാണ് പുതിയ നമ്മുടെ മക്കൾ. അപ്പൊ അവരോടാണ് നമ്മൾ പണ്ടത്തെ സാധനം വെച്ച് എന്ത് ചെയ്യുന്നത്? ഇനി കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഞാൻ അടച്ചാക്ഷേപിക്കല്ലേ, ഒരു ന്യൂനപക്ഷം നല്ല മക്കളുണ്ട്. ഇപ്പൊ 2 പേരന്റിങ് ഞാൻ പറഞ്ഞു. ഒന്ന് ജെന്റിൽ പേരന്റിങ്. ഇപ്പൊ ജെന്റിൽ പേരന്റിങ് എന്ന് പറയുന്നതാണ് ഈ 4 കാര്യം അളന്നും തൂക്കിയും നിർലോഭം കൊടുക്കണം. സ്നേഹം പിടിച്ചു നോക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഞാനങ്ങനെ എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കൂല. ആർക്ക് വേണം പ്രകടിപ്പിക്കാത്ത സ്നേഹം? പ്രകടിപ്പിക്കാത്ത സ്നേഹം പിശുക്കന്റെ പേഴ്സിലെ 500 രൂപന്റെ നോട്ട് പോലെ നിരർത്ഥകമാണ്. അതിനെക്കൊണ്ട് 1 രൂപന്റെ ഗുണം ഉണ്ടാവില്ല. ആ ചങ്ങായി മരിച്ചാല് ആ പേഴ്സിന് ആ പൈസ ആർക്കും കിട്ടും. ഓൻ അതിനെ കൊണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കൂല, അല്ലെ? അതുപോലെയാണ് പ്രകടിപ്പിക്കാത്ത സ്നേഹം. കൊടുക്കണം, വാരിക്കോരി കൊടുക്കണം. ഇത് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഹോർമോൺ ചേസിന്റെ പ്രായത്തിൽ ഇത് വാങ്ങിക്കാൻ പുറത്ത് അവർക്ക് താല്പര്യമുണ്ട്, കൊടുക്കുന്ന ഇഷ്ടം പോലെ ആളുണ്ട്. ഒരു സംശയവും വേണ്ട. ഓരോ പ്രായത്തിലും ബോണ്ടിങ്, ടച്ച് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രധാനപ്പെട്ട കാര്യം. അച്ഛൻ അമ്മ കുട്ടികളെ ടച്ച് ചെയ്യണം, കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം, ഹഗ് ചെയ്യണം, അല്ലെ? അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം, ഷോൾഡറിൽ തട്ടണം. ടച്ച് ചെയ്യുമ്പോഴാണ് ഹോർമോൺസ് ഉണ്ട്. ഹാപ്പിനെസ് ഹോർമോൺ ഉണ്ട്, സെറാട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഈ 4 ഹോർമോൺസ് അല്ലേ? ഓരോ ദിവസവും രാവിലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുത്താലേ അവർ നിന്ന് കത്തും. അവരുടെ ഉള്ളിൽ അത്രമാത്രം എനർജി ഉണ്ടാവും. ഇതൊന്നും ഒരു രൂപയൊന്നും പൈസ കൊടുത്താൽ കിട്ടൂലേ. ഇതൊരു സൂപ്പർ മാർക്കറ്റിന് മെഡിക്കൽ ഷോപ്പ് കിട്ടില്ല. ആര് കൊടുക്കണം? നമ്മൾ കുട്ടികളെ തൊടുമ്പോൾ പോകാൻ നേരം ഉമ്മയോടും ബായ് ഒരു സിഗ്നേച്ചർ കൊടുക്കുമ്പോൾ, ഒരു സൈൻ കൊടുക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്. അത് പ്രൊട്ടക്ഷനാ, കൂടെ ഉണ്ടെന്നൊരു തോന്നലാ, അല്ലെ? ഇത് കിട്ടേണ്ട സ്ഥലത്ത് നമ്മളെന്ത് ചെയ്യുന്നത്? പിശുക്ക് വിചാരിച്ച് കൊടുക്കൂല. അങ്ങനെ വേണ്ട. നമുക്കൊന്ന് കിട്ടിയിട്ടാവും. നമുക്ക് ആ കിട്ടിയെന്താ പാരന്റിങ്? നമ്മളെ കുട്ടികളുടെ പാരന്റിങ് എന്താണ്? ഞെട്ടിക്കൽ പാരന്റിങ്. പണ്ട് കിട്ടിയിട്ടില്ലേ? പൊട്ടിക്കൽ പാരന്റിങ്. ഇത്ര കിട്ടിയിട്ട് നമ്മൾ വളർന്നത്. ഈ സാധനം തന്നെയാണ് പുതിയ തലമുറ പിള്ളേരെ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കാൻ കാര്യം പോക്കാം. എല്ലാ അസുഖത്തിനും പാരസെറ്റമോൾ കൊടുത്ത് നടക്കൂല. നമ്മളെ കയ്യിലുള്ള ഈ സാധനം വെച്ചിട്ട് പുതിയ മക്കളെ കൊടുത്താലും പിള്ളേരുടെ കയ്യിലുള്ളത് ലേസർ വെപ്പണ. ഒരു കാലാലം പോയി, അപ്ഡേറ്റഡ് ആയിപ്പോയി. ഇപ്പൊ ജെന്റിൽ പാരന്റിങ് ഇപ്പൊ വന്നതാ. ഹെലികോപ്റ്റർ പാരന്റിങ് ഉണ്ട്. ഓക്കെ, പിള്ളേരെ ചങ്ക് പോലെ, ഫ്രണ്ട് പോലെ എന്ത് ചെയ്യണം? എല്ലാ ഫ്രീഡവും അനുവദിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് പോകണം. അതാണ് ജെന്റിൽ പാരന്റിങ്. അവർക്ക് വേണ്ട എന്താ? സ്നേഹം കോരി കൊടുക്കണം, ഇഷ്ടം പോലെ കൊടുക്കണം. 2 സ്വാതന്ത്ര്യം, ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം നിങ്ങൾ എത്രമാത്രം പിടിച്ചു വെക്കുന്നു? നമ്മൾ കുട്ടികളിൽ നിന്ന് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ മറഞ്ഞിരുന്ന് പഠിക്കും, അല്ലേ? നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാന്ന് വെച്ചിട്ട് ഓർത്തൊന്നും മറിയാടിക്കുന്നുണ്ടോ? അല്ലേ? നമ്മളെന്നെ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ചും സെക്സ് എഡ്യൂക്കേഷൻ അമ്മ പറഞ്ഞു കൊടുക്കണം പെൺകുട്ടിക്ക്, അച്ഛൻ പറഞ്ഞു കൊടുക്കണം ആൺകുട്ടിക്ക്. നേരെ തിരിച്ചായാലും പ്രശ്നമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന 10-25 കൊല്ലം മുമ്പേ കോളേജിൽ സെക്സ് എഡ്യൂക്കേഷൻ വരുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരുന്നുണ്ട്. ഇത്രയും കാലം കഴിഞ്ഞ് ഇനിയും വന്നിട്ടില്ല. ആര് പഠിപ്പിക്കാൻ? ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ. പക്ഷെ ഇതുകൊണ്ട് അപകടമുണ്ടാകുന്ന ഇഷ്ടം പോലെ മക്കളുണ്ട്. അപ്പോ കിട്ടേണ്ട പ്രായത്തിൽ കിട്ടേണ്ട സ്ഥലത്ത് കിട്ടേണ്ടതുപോലെ കിട്ടണം. ഇത് പറഞ്ഞു കൊടുക്കാൻ ചാറ്റ് റൂമിൽ ആളുണ്ട്. അവർ ഫ്രീ ആയിട്ടൊന്നും പറഞ്ഞു കൊടുക്കൂല. അവർ കൃത്യമായിട്ട് അത് നേടിയെടുക്കുകയും ചെയ്യും.
രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ചാറ്റ് റൂമിൽ നമ്മുടെ മക്കളുമായിട്ട് സംസാരിക്കുന്ന ഡേറ്റിംഗ് ആപ്പിലെ ആള് സംസാരിക്കുക നിക്കരാഗയിലെ ഭൂകമ്പത്തെ കുറിച്ചിട്ടോ അല്ലെ പോളണ്ടിലെ പട്ടിണിയെ കുറിച്ചിട്ടോ അവർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും? ഈ പാവ മക്കൾ അവർ നന്നായിട്ട് ട്രാപ്പ് ചെയ്യും. അവരിതുവരെ കണ്ടിട്ടാവില്ല. ചാറ്റിങ്ങും മുഖാന്തരം ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ആളായിരിക്കും. അപ്പുറത്തെ ആളെ വയസ്സ് പോലും അറിയില്ല. പക്ഷെ നമ്മളെല്ലാം ഓപ്പണായിട്ട് പറയും. നമ്മൾ അഗാധമായ പ്രണയത്തിലാവും. നമ്മുടെ എല്ലാ കാര്യവും അവരോട് പറയാം. അച്ഛനോട് അമ്മയോട് പറയേണ്ട കാര്യങ്ങൾ കേൾക്കാൻ അച്ഛനും നമുക്ക് ടൈമില്ല. അവർക്ക് ബിഗ് ബോസ് കാണണം, ഒരു ഫോണിലാണ്, ആടയിടിയാണ്. ഇത് പറയാൻ ആരോടെങ്കിലും ആ പ്രായത്തിൽ ഇത് കേൾക്കാൻ ആളുകളുണ്ട്. അവർ നമ്മുടെ മക്കളെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തും അല്ലേ? അവർ നന്നായിട്ട് ഇത് കേൾക്കും. പിള്ളേർക്ക് ആ പ്രായത്തിൽ ഉണ്ടാവും, നല്ല സന്തോഷം ഉണ്ടാവും. ഇത് അവർ മുതലെടുക്കും അല്ലേ? അപ്പൊ ഡേറ്റിംഗ് ആപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇത് കറക്റ്റായിട്ട് അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പോകും. ഇത് അവർ സംസാരിച്ച് ഡീപ്പിലായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ അവരെന്തെങ്കിലും ഫോട്ടോസ് ആവശ്യപ്പെടും. ഫോട്ടോസ് അയച്ചു കൊടുക്കും, വീഡിയോ കോളിൽ വിളിക്കും. അപ്പുറത്തുള്ള ആൾ പ്രിയപ്പെട്ടവരാണ്, ഏറ്റവും വിശ്വസ്തനായ ആൾക്കാർ. നമ്മളെ പിള്ളേർ ഇത് അറിയാതെ ചെയ്യും. അപ്പുറത്തെ ചങ്ങായി ഇത് സ്ക്രീൻഷോട്ട് എടുക്കും, ഫോട്ടോസ് വീഡിയോ എന്ത് ചെയ്യുന്ന റെക്കോർഡ് ചെയ്യും. ഇവര് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ബെസ്റ്റിയാണ്. വാക്കറിയാലോ, പിള്ളേർക്ക് വാക്കാണ് അറിയോ? ബെസ്റ്റി. നമ്മളൊക്കെ കേട്ടോളൂ, ഉമ്മ ഉപ്പ ഇയാളെന്റെ ബെസ്റ്റിയാണ്, നമ്മളിപ്പം ബ്രേക്കപ്പിലാണ്. ബ്രേക്കപ്പിലാണ് സാർ, എനിക്ക് 4 ബ്രേക്കപ്പ് ആയി. എന്തോ ക്രെഡിറ്റാ, 4 ബ്രേക്കപ്പ്. ബെസ്റ്റി. കഴിഞ്ഞ ദിവസം ഒരു കോമഡി കണ്ടിട്ടായിരുന്നു. ബെസ്റ്റി എന്താണ് ബെസ്റ്റി? ഒരു ചെക്കൻ 2 പെണ്ണുമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നത് ഫ്ലർട്ട് ചെയ്യുകയാണ്, ശൃംഗരിക്കുകയാണ്. അപ്പൊ സാറ് വിളിച്ചു ചോദിച്ചപ്പോ ആരാടാ ഇത്? ഇതെന്റെ ലവർ. ഇതാരാടാ ഇതെന്റെ ബെസ്റ്റി. എന്താണ് നമ്മുടെ വ്യത്യാസം? ലവർ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രേമിക്കുന്ന ആള്, ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ച് മുകളിലുള്ള അല്ലെ, എനിക്ക് റെസ്പെക്ട് കൂടി തോന്നുന്ന ഒരാളാണ് ആര്? ബെസ്റ്റി. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ പിള്ളേർക്ക് ഇപ്പൊ വരുന്ന കാര്യമാണെന്ത്? ബെസ്റ്റി, ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റി. അത് ലവറാണ്, അതൊക്കെ മേലെയാ. അപ്പൊ വല്ലാത്ത രീതിയിലാണ് പിള്ളേർ കാര്യങ്ങൾ കാണുന്നത്. ഇതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത വല്ലാത്തൊരു തലമുറ, അതിവൈബ്രന്റ് ആയ ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുകൂടി അറിയാം. ഇപ്പൊ ഡേറ്റിംഗ് ആപ്പിന്റെ കാര്യം പറയാം. ഈ പിള്ളേര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കും. അവർ കൃത്യമായിട്ട് ചൂഷണം ചെയ്യും. ഒക്കെ വരുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇവർ പറയുന്നിടത്തേക്ക് നമ്മൾ പോണ്ടി വരും. ഇവരൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നഗരത്തിലെ അടുത്തുള്ള ഹോട്ടലുകളിൽ നിന്ന് ഇവർക്കുള്ള സൗകര്യമുണ്ട്. 3 F ആണ്. കഴിഞ്ഞ വർഷം പറയാണ്, ഈ വാക്യങ്ങൾ പഠിക്കണം. 3 F ആണ് ഇതിൽ പാക്കേജ്. ഒന്നാമത്തെ F ഫ്ലർട്ട്. എന്ത് ചെയ്യണം? അവർ ശൃംഗരിക്കും. അടുത്ത ആഴ്ച ഫുഡ്. ഇവർ തമ്മിലൊരു കോഫി ഷോപ്പിൽ എന്ത് ചെയ്യുന്ന ഒരു ഫുഡിന് ചുറ്റും അപ്പുറം ഇപ്പുറം ഇരിക്കും. ഇന്നലെ ഇതിൽ കാണാത്ത ആൾക്കാർ ഇന്ന് കാണും. അവർ MDMA കൊടുക്കും. കഴിഞ്ഞ ദിവസം MDMA വിളമ്പിയിട്ട് ഒരു സംവിധായകൻ ഒരു പെൺകുട്ടി, ഒരു നടിയെ റേപ്പ് ചെയ്തതിന്റെ കേസിൽ ഇന്നലെയും പത്രത്തിൽ വൈറലാണ്. അറിയാലോ അല്ലേ? എന്താണ് ഈ MDMA ശരീരത്തിലെത്തിയ പാവം നമ്മുടെ മക്കളുടെ, പെൺകുട്ടികളുടെ ശരീരത്തിൽ 5 ദിവസത്തേക്ക് എന്താണ് സംഭവിച്ചത് പോലും അറിയില്ല. റേപ്പ് ചെയ്തെന്ന് അറിയില്ല. വേദന വരുമ്പോഴാണ് മനസ്സിലാവുക എന്തോ നടന്നുള്ള കാര്യം. ക്ലിയർ? ഡോപ്പമിൻ ഇൻക്രീസ്, ആവേശം, ആർത്തി, ആസക്തി. ഇവിടെ കൂടുന്ന ആളുകള് ഈ ഹോട്ടൽ സുരക്ഷയാണ്. അവർക്ക് ഇവിടെ എന്തും നടത്താൻ, കാരണം ആരും വരില്ല. വേറെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഡേറ്റിംഗ് ആപ്പിൽ ആളുകൾ അവരെന്തെയ്യുന്ന ലിപ് ലോക്ക് ചെയ്യും, ഹഗ് ചെയ്യും, എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. ആരും അറിയില്ല എന്നുള്ള സൗജന്യത്തിൽ പിള്ളേർ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളുടെ അച്ഛൻ്റെയോ പിന്നെ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വരും നിങ്ങളുടെ കുട്ടിയുടെ വീഡിയോ. ബ്ലാക്ക്മെയിൽ ചെയ്യും. അവർ പറയുന്നിടത്തേക്ക് എന്ത് ചെയ്യണം? അവർ പിന്നെ പോകേണ്ടി വരും. ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പിള്ളേർ എന്ത് ചെയ്യണം? പറ്റിക്കുകയാണ്. പിന്നെ ജീവിതം പോയി. പിന്നെ ഇവര് ചാടിക്കളിക്കട കുഞ്ഞിര, അമ്മ ആടിക്കളിക്കട കുഞ്ഞിര, ഇവരുടെ റിമോട്ട് കണ്ടുകൊണ്ടൊക്കെ നമ്മുടെ മക്കളെ ജീവിക്കും. അവർ പറയും ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ആർക്കാ പോകും സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ ക്ലാസ്, ഇത്ര കേക്ക് മുറിക്കലോ ബർത്ത്ഡേ പാർട്ടിക്കൊന്നും അനുവാദം കൊടുക്കരുത് സർക്കാരിന്റെ സർക്കുലർ ഉണ്ട്. നമ്മുടെ മക്കൾ എവിടെയാ പോകുന്നത്? ഡേറ്റിംഗ് ആപ്പ് വഴിയുള്ള നഗരത്തിലെ ഹോട്ടലുകളിൽ പോയി കൂടിയാണ്. 5ഉം 50ഉം 100ഉം വരുന്ന കുട്ടികൾ അവിടെ ആടി തിമിർക്കുകയാണ്. അവിടെ DJ പാർട്ടി ഉണ്ടാവും, സ്മോക്ക് ഇടും. സ്മോക്ക് ഉണ്ടാകുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നത്? ആടിക്കളിക്കും. കാരണം സ്മോക്ക് ഉണ്ടാവും, മനസ്സിൽ അറിയില്ലല്ലോ അവിടെ എന്തും നടക്കും. ആരും കാണില്ലല്ലോ. ഈ MDMA കൂടി ഉള്ളിലെത്തിയാല് അവർക്ക് ടെംപ്റ്റേഷൻ കൂടും, ആർത്തി കൂടും, ആസക്തി കൂടും, ഹാപ്പിനെസ് ഹോർമോണായ ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്യും. എന്തും ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കാരണം അങ്ങനല്ലേ, മദ്യം കഴിച്ചാൽ നമുക്ക് മെമ്മറി പോകൂലേ, ബോധം നശിക്കൂലേ? അതേപോലെ ഇവിടെ നടക്കും. ഇതൊക്കെ ഷൂട്ട് ചെയ്യും. അവിടെ വരുന്ന കുട്ടികൾ 50 പേര് വന്നിട്ടുണ്ടെങ്കിൽ MDMA ഈ പാത്രത്തിൽ വെള്ളത്തിൽ കൊടുത്താൽ അത് കുടിച്ചവർ 2 പേർ അഡിക്ഷൻ ആയാൽ അത് മതി അവർക്ക്. 50 പേര് 2 പേരെ കിട്ടിയാലേ ഈ ലോകത്തിലെ ഇരുട്ട് മാറ്റാൻ നമുക്ക് പറ്റൂല. അതിന് ശ്രമിക്കും വേണ്ട. നമ്മുടെ വീട്ടിന്റെ കിടപ്പുമുറി ഇരുട്ട് മാറ്റാൻ ഒരു ചെറിയ മെഴുകുതിരി വെച്ചുകൂടെ എനിക്ക്? ബ്രൈറ്റ് ലൈറ്റ്. അതിനാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ. അവയർനെസ്, ബോധോദയം മാത്രമാണ് ഒരേ ഒരു വിപ്ലവം. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ട് എത്രയോ ദൂരത്ത് 4 മണിക്ക് പുറത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊന്നും എന്റെ വീട്ടിൽ നടക്കില്ല. ഇതൊക്കെ അപ്പുറത്തെ മതിലിനപ്പുറം നടക്കുന്ന കാഴ്ചയാണെന്നാണ് പല രക്ഷിതാക്കളും വിചാരിക്കുക അല്ലേ? പലപ്പോഴും അവരവന്റെ കുടുംബത്തിൽ വരുമ്പോഴാണ് മനസ്സിലാവുക. കാരണം കൈവിട്ട് പോയി. നിങ്ങൾ വിചാരിക്കും പോലെ ഇത്ര അവയർനെസ് ഒന്നും എത്ര കൊടുത്താലും പറ്റില്ല. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മകളുടെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റും, തടുക്കാൻ പറ്റും. പക്ഷേ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മകളുടെ മൊബൈൽ ഫോണിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് പോകുമ്പോൾ, തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് തടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമോ? ഇതാണ് നടക്കാൻ പോകുന്നത്. അത് കുട്ടികളുടെ ടോക്സിക് റിലേഷൻഷിപ്പ്. അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക.
അവരറിയാതെ അവരെ നിരീക്ഷിക്കുക, അവരുടെ ബാഗ് പരിശോധിക്കുക, അവരുടെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യുക, അതിന്റെ പാസ്വേഡ് അന്വേഷിക്കുക, അവരാരോട് സംസാരിക്കുന്നു, അവരുടെ സൗഹൃദത്തിന്റെ ഏജ് ഡിഫറൻസ് വരെ നോക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏജ് ഡിഫറൻസ്. പണ്ടൊക്കെ 5ലും 6ലും പഠിക്കുന്ന കുട്ടികളുടെ ഫ്രണ്ട്സ് മാക്സിമം വന്ന 7ലെ കുട്ടി അല്ലെങ്കിൽ സമാന പ്രായക്കാർ. ഇത് 7ലെ കുട്ടിയുടെ ഫ്രണ്ട്സ് തൊട്ടപ്പെടുത്തിരിക്കുന്ന ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യനാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മോളുടെ ഫ്രണ്ട് കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ പഠിക്കുന്ന PGക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി. എന്തിനാ ഇതിന് ഏജ് ഡിഫറൻസ്? സംതിങ് ഇല്ലാണ്ട് എന്തെങ്കിലും ഇവർ തമ്മിൽ ഒരു ബന്ധങ്ങൾ ഉണ്ടാവില്ല. ഈ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇവരാരോട് സംസാരിക്കുമ്പോൾ ഫോൺ വരുന്ന സമയത്ത് എടുത്ത് ദൂരേക്ക് പോകുന്നുണ്ടോ ഒക്കെ നമ്മൾ നോക്കണം. അവരുടെ ശരീരത്തിലെ മാറ്റങ്ങൾ, സംസാരം, വീട്ടിൽ സംസാരിക്കുമ്പോഴല്ല ഫോൺ സംസാരിക്കുക അല്ലെ. ഓപ്പോസിറ്റ് സെക്സോടൊക്കെ ആകുമ്പോൾ അവരുടെ ടോൺ മാറും, അച്ചടി ഭാഷ വരും. സാപ്പിയോ സെക്സ് എന്ന് പറയുന്നത്, ഞാൻ ഇത് ചെറിയ മക്കളൊക്കെ ഉണ്ട്, എല്ലാ കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. സാപ്പിയോ സെക്സ് എന്ന് പറയുന്ന ഒരു ജെൻഡർ കേരളത്തിൽ വരാൻ പോവുകയാണ്. 6th ജെൻഡർ അറിയോ? 6ാം കാറ്റഗറിയിലേക്ക് വരികയാണ്. നിങ്ങൾ LGBTQ എന്ന് കേട്ടിട്ടുണ്ട്. എത്ര പേര് LGBTQ കേട്ട ആൾക്കാരുണ്ട്? പ്ലീസ് അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് നിങ്ങളോട് പറയാം. നോക്കി ഇത്രയും പേര് 3%. LGBTQ 5 തലമുറ, 6ാം തലമുറ വന്നു. അതിന്റെ പേരാണ് സാപ്പിയോ സെക്സ്. ഞാൻ നിങ്ങളടക്കമുള്ള പലരും എന്താണ് അതിലേക്ക് വരികയാണ്. സാപ്പിയോ സെക്സ്. അപരിചിതരായ അല്ലെ അറിയുന്ന ആളുകളുമായിട്ട് ഒരുപാട് നേരം ചാറ്റ് ചെയ്യുന്ന, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന, ചാറ്റ് ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗത്തിലാണ് എന്ത് പറയാ, സാപ്പിയോ സെക്സ് എന്ന് പറയാ. അതിന്റെ തുടക്കമാണ് ഈ ഡേറ്റിംഗ് ആപ്പ് പോലുള്ള കാര്യങ്ങൾ. കാരണം ഇന്ദ്രിയ സുഖം എന്ന് പറയുന്നത് ചാറ്റ് ചെയ്യുമ്പോൾ ഒരാളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സംസാരിക്കുമ്പോൾ കാണാത്ത ആൾ, അദൃശ്യരായ ഒരാളുമായിട്ട് ഇങ്ങനെ കാര്യം, പ്രത്യേകിച്ചും സെക്ഷലായ കാര്യങ്ങൾ പറയാം. അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ആനന്ദം, അതൊക്കെ ഹൈജാക്ക് ചെയ്യുന്ന ആപ്പുകൾ എന്ത് ചെയ്യാണ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ലെസ്ബിയൻ. ഇപ്പൊ സ്വതന്ത്ര രീതിക്കാർക്ക് ആണും തമ്മിൽ, പെണ്ണും തമ്മിൽ ഇവർക്കൊക്കെ വിവാഹം കഴിക്കാൻ അനുവാദം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികൾ പറയും, നമ്മളോട് പറയും, അല്ലെ ഞാനും അയാളും തമ്മിൽ ഡേറ്റിങ്ങിലാണ്, അല്ലെ ഞാൻ ഇന്നയാളെ മാരേജ് ചെയ്യുകയാണെന്ന് സെയിം സെക്സിനെ കുറിച്ച് പറയും. നമുക്കൊന്നും പറ്റില്ല, കാരണം ഇതൊക്കെ നിയമം മൂലം നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇത്തരത്തിലുള്ള റിലേഷൻസ് ഇപ്പോഴേ ഉണ്ടെങ്കിലും മുളയിൽ എന്ത് ചെയ്യണം, നുള്ളിക്കളയണം. കല്യാണ വീടുകളിൽ ബന്ധുക്കൾ ടൂർ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ദിവസത്തേക്ക് പോലും ചെയ്യരുത്, മാറി താമസിക്കാൻ വിടരുത്. ഞാൻ കാണുന്നതാണ്, സ്വന്തം അച്ചാച്ചൻ ഗർഭിണിയാക്കിയ ഒരു കുട്ടിയുടെ കേസ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലെ. എത്ര 93 കൊല്ലമായിട്ട് അയാൾക്ക് ഇരിക്കുന്നത്, തടവ് അനുഭവിച്ചിരിക്കുന്നത്. കളിപ്പറമ്പ കേസ്. സ്വന്തം മകളെ ഗർഭിണിയാക്കിയ മുത്തച്ഛനുള്ള നാട്. തലശ്ശേരി ഹോസ്പിറ്റലിൽ സ്വന്തം സഹോദരിയെ ഗർഭിണിയാക്കിയിട്ട് ആ കുഞ്ഞ് പ്രസവിക്കേണ്ടി വന്ന സഹോദരിയുടെ അനുഭവം തലശ്ശേരിയിലുണ്ട് ഹോസ്പിറ്റൽ. സ്വന്തം സഹോദരൻ നിന്ന്, ബന്ധുവല്ല, രക്തബന്ധു, നേരെ സഹോദരൻ, ഉദരൻ, അതാണ് സഹോദരൻ, ഒരേ ഉദരത്തിൽ വരുന്നവൻ, അതാണ് ആ സഹോദരിയെ കുഞ്ഞിന് ജന്മം നൽകുന്ന അവസ്ഥ. കാസർഗോഡ് കേസ് ഇഷ്ടം പോലെ, കണ്ണൂർ കോടതിയിലെ കേസ് എടുക്കുന്നത്, ഇത്തരം കേസുകൾ ഇടപെടുന്ന ഒരാളാണ്. സ്വന്തം അച്ഛന്റെ രക്ഷിതാവിന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്ന കേസും കാസർഗോഡ് റിപ്പോർട്ട് ചെയ്തതാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എവിടെയും സേഫല്ല. അതിഭയങ്കരമായ കലമാനിനെ കടിച്ചുകൊണ്ടോടുന്ന കടുവയുടെ കാലത്താണ് നാം. എവിടെയും സേഫല്ല. സ്വന്തം ശരീരത്തിലെ എല്ലാ അനുഭവങ്ങളും, സ്വന്തം ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് പലപ്പോഴും നമ്മുടെ പെൺമക്കൾ. നിങ്ങൾ വിചാരിക്കുന്നു പെൺമക്കളുടെ രക്ഷിതാക്കൾ ഏറ്റവും ഭയപ്പെടേണ്ടതെന്നുള്ളത്? കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും കൂടുതൽ സെക്ഷൽ ഹറാസ്മെന്റ് കേസുകൾ ആൺകുട്ടികളായിട്ട് ബന്ധപ്പെടുന്നതാണ്. പെൺകുട്ടികളായിട്ട് ബന്ധപ്പെട്ട കാര്യം എല്ലാവരും അറിയാൻ, നാറ്റ കേസാവും പോക്സോ കേസൊക്കെ ആവില്ലേ. പലപ്പോഴും ആൺകുട്ടികളുടെ സെക്ഷൽ ഹറാസ്മെന്റ് ആരും അറിയുന്നില്ല, നമ്മൾ അറിഞ്ഞാൽ ആരോടും പറയുന്നില്ല. 80% ഇഷ്യൂസ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? ആൺകുട്ടികളായിട്ട് ബന്ധപ്പെട്ട. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോൾ, അവർക്ക് ഉറക്കം നഷ്ടപ്പെടുമ്പോൾ, അവരുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബോഡിയിലെങ്കിലും മാറ്റം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെ, ചോദിക്കണം. അവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ മനസ്സിലാക്കി നമ്മൾ തിരിച്ചറിയണം എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. പാമ്പ് കടിച്ച് മരിച്ചാലേ പത്രത്തിൽ വാർത്തയാവും. പാമ്പ് കടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരെയും ഫോട്ടോ പേപ്പർ വന്നിട്ടുണ്ടോ? ഇല്ല. പാമ്പ് കടിച്ച് രക്ഷപ്പെട്ട ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. എന്റെയും നിങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്നുണ്ട്. ഒരു സംശയം ഉണ്ടാ. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം, നിരീക്ഷിക്കണം. അവരുടെ മാറ്റം, അവർ മുറിയിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. ബാപ്പ് കുട്ടികൾ മൊബൈൽ എഡിഷൻകാരൊക്കെ ഞാൻ ഒരുപാട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മൊബൈൽ എഡിഷൻകാർ ഞാൻ കഴിഞ്ഞ ദിവസം നല്ല ബ്രില്യൻ്റ് ഒരു കുട്ടി മൊബൈൽ എഡിഷനായിട്ട് കാണുമ്പോൾ സങ്കടമായി പോകും. മുറിയിൽ നിന്ന് പുറത്തു വരുന്നില്ല. ഇരുട്ട് മുറിയിൽ ഒരു മൂലയിൽ ഫോണും പിടിച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ വിറക്കുന്നുണ്ട്. ഫോണും പിടിച്ചിരിക്കുകയാണ്. ആരെയും അടുപ്പിക്കുന്നില്ല, ഭക്ഷണം വരെയൊക്കെ കഴിക്കുന്നില്ല, സ്കൂളിൽ പോകുന്നില്ല, ഒന്നിനും താല്പര്യമില്ല. മുമ്പ് എല്ലാത്തിനും ആകാശപൂർവ്വം ഓടാനും ചാടാനും, അല്ലെ, ക്രിക്കറ്റ് കളിക്കാനും, കല്യാണ പാട്ടുകൾ പങ്കെടുക്കാനും, ബർത്ത്ഡേ പാട്ടുകൾ പങ്കെടുക്കാനും, എന്തിനും പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്ന കുട്ടി അടങ്ങിപ്പോയെങ്കിൽ ഉറപ്പിച്ചോളൂ, കുട്ടി സംതിങ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രഗ് എഡിഷൻ, ഗെയിം എഡിഷൻ, ഫോൺ എഡിഷൻ, പോൺ എഡിഷൻ, വല്ലാത്തൊരു മാറ്റമായി. പോൺ സൈസ്. കാരണം പഴയതുപോലെയല്ല ഇതുണ്ടാകുന്ന. നമ്മുടെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുവോട് പറയാം. ഈ അടുത്ത് കേട്ട ഒരുപാട് കേസാണ്. കാരണം ഈ ഡ്രഗ്സ് വാങ്ങാൻ പിള്ളേർക്ക് പൈസ ഉണ്ടാവില്ല. അപ്പൊ ആദ്യം മോഷ്ടിക്കും. എത്രയാ മോഷ്ടിക്കുക?
750 വെച്ചിട്ട് 1000 വെച്ചിട്ട് എത്രയാണ് കൊടുക്കുക? അപ്പൊ അവർ പറയും നിങ്ങൾ പൈസ ഒന്നും തരണം, ഞാൻ സംഭവിച്ചു തരാം, നിങ്ങളൊരു സഹായം ചെയ്താൽ മതി. എന്താണ്? കാരിയേഴ്സ് ആവുക. നിങ്ങളെ ബാഗിൽ എന്തിനാ ഈ സാധനം ഇടും, സ്കൂളിൽ പോവുക, ആവശ്യക്കാരെടുത്ത് കൊണ്ടുപോകും, അതിൽ നിങ്ങൾക്ക് പൈസ തരും. ഇത് കാരിയേഴ്സ് ആണ്. ചിലർക്ക് കൊടുക്കുന്ന ഓഫർ എന്താണെന്നറിയോ? അവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല. കാരിയേഴ്സ് ആവുമ്പോൾ പേടിയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ വീട്ടിലെ അമ്മയുടെ, പെങ്ങന്മാരുടെ, മുത്തച്ഛൻ്റെ മക്കളുടെ ഒക്കെ പ്രൈവറ്റ് സീന് കുളിമുറിയിലൊക്കെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി എന്ന രീതിയിൽ ഓഫർ കൊടുത്തിട്ട് അടുത്ത കേസിൽ ഒരു മുത്തച്ഛൻ്റെ മകൾ കേസ് കൊടുത്തിട്ട് വലിയൊരു ഇഷ്യൂ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പിള്ളേർക്ക് എന്ത് വേണം? ഈ സാധനം വേണം, MDMA. അതില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. എല്ലാത്തരം ഭ്രാന്തമായ അവസ്ഥയായിരിക്കും. കാര്യങ്ങൾ ലക്ഷങ്ങളെടുത്ത് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഏതെങ്കിലും സർക്കിൾ ആൾ ഇത് കണ്ടിട്ട് നമ്മുടെ കുട്ടികളുടെ ഗ്രൂപ്പിലേക്കോ ഫാമിലി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ വല്ലാതരത്തിലുള്ള അതിഭയങ്കരണ്ടായ കുറച്ച് കാര്യം പറയുന്നുള്ളൂ. മഞ്ഞുമലയുടെ മുകളിലെ ഒരു അറ്റം മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുന്നത്. കാരണം ഇതൊരു ഗ്രാമപ്രദേശത്തെ ഒരു ഗ്രൂപ്പാണ്. വലിയ പട്ടണങ്ങളൊക്കെ പറയും പോലെ, കാരണം നഗരത്തിൽ വേറെ ഒരു ക്രൂര സ്വഭാവം ഉണ്ട് അല്ലേ? ഗ്രാമത്തിലാകുമ്പോൾ എത്തിയിട്ടില്ല, പക്ഷെ എത്തും. അത്രയും ബുദ്ധിയുള്ളവർ മാത്രമേ ചിന്തിക്കൂ. അപ്പോൾ ചിന്തിക്കാനുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള സ്പാർക്ക്. ആ സ്പാർക്കിൽ കൂടുതൽ പഠനം നടത്തുക, ഗവേഷണം നടത്തുക. ഒരു നിരീക്ഷണ ക്യാമറ ഇതോട്ട് നെറ്റിയിൽ നിങ്ങൾ ഫിറ്റ് ചെയ്യുക. 24 മണിക്കൂർ നിങ്ങൾ മക്കളെ എന്ത് ചെയ്യണം? നിരീക്ഷിക്കുക. അവരെ കാണാൻ ആര് വരുന്നു, ആരോട് സംസാരിക്കുന്നു, കോളിന്റെ ഡ്യൂറേഷൻ, ഫ്രണ്ടിന്റെ ഏജ് ഡിഫറൻസ് ഒക്കെ നോക്കുക. ബാത്റൂമിൽ അവർ ചിലവഴിക്കുന്ന ടൈം പോലും, ഉറങ്ങുമ്പോൾ ശരീരം കരുതുക. പലതരത്തിലുള്ള ടാറ്റൂസ് ഉണ്ടാവും, പലതരത്തിലുള്ള മാർക്സ് ഉണ്ടാവും, പലതരത്തിലുള്ള ചരട് കെട്ടലുണ്ടാവും. ഇതൊക്കെ വലിയ ഇലുമിനാത്തി കൾച്ചറിന്റെ ഭാഗമാണ്. ഇവരെ നിരീക്ഷിക്കുക. കാരണം ഇവർ അത്രമേൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ഇവരെ കീഴടക്കുക. അവർ പറയും പോലെ ചെയ്യും. ഇഷ്ടംപോലെ ഗെയിമുണ്ട്. നമ്മുടെ ഫ്രീ ഫയർ പോലുള്ള, PUBG പോലുള്ള ഗെയിമുകളല്ല, പല ഗെയിമുകളും ആക്ടിവിറ്റിയാണ്. അവർ പറയും പോലെ ചെയ്യും. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞിട്ട് ചാടി എത്രയോ പിള്ളേരുണ്ട് കാലൊടിഞ്ഞിട്ട്. അവരെന്താ പറയുന്നത്? ബ്ലൂ വെയിൽ പോലെയുള്ള ഗെയിം, മോമോ ചാലഞ്ച് പോലെ ഗെയിം അറിയോ? കൈ മുറിക്കാൻ, അതൊക്കെയാ പറയാ. ഈ അടിമപ്പെട്ട ആളുകൾ അവരെന്താ പറയുന്നത് അതുപോലെ ചെയ്യും. നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോഴത്തെ പിള്ളേരുടെ കൈകൾ പറയുമ്പോൾ ഡേഞ്ചറസ് ആണ്. ശ്രദ്ധിക്കുക രക്ഷിതാക്കളെ, ഞാൻ പെർമിഷൻ എടുത്ത് പറയാണ്. ഇപ്പൊ MDMA ഉപയോഗിക്കുന്ന 5 മാർഗത്തിലൂടെയാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം എന്താ പറയുക? നമ്മുടെയൊക്കെ മക്കളുടെ കൈയിൽ ഇങ്ങനെ മുള്ളു തട്ടിയത് പോലെ ഉണ്ടാവും, വാർന്നിട്ട്. നമ്മുടെ കണ്ണൂർ ഭാഷയിൽ വാർന്നെന്ന് പറയാം. മുറിവായിരിക്കില്ല, ചെറിയ വാറിന് പോലെ ഇങ്ങനെ ഉണ്ടാവും. നഖം വെച്ച് വാഴ ഉണ്ടാവില്ലേ, അതുപോലെ ഉണ്ട്. എന്താ സംഭവം അറിയോ? സാധാരണ നമ്മള് വായിലേക്ക് കൂടി കടിക്കും, ഇഞ്ചക്ട് ചെയ്ത് കടിക്കും, മണപ്പിച്ചതൊക്കെ ഉപയോഗിക്കില്ലേ. ഇന്ന് ചെയ്യുന്നത് നേരെ പെട്ടെന്ന് കിക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്ന, കയ്യിൽ പോറലുണ്ടാക്കും, ഈ സാധനം എടുത്ത് ഇവിടെ പുരട്ടും, ഈ സ്ഥലത്തേക്ക് പുരട്ടും, നേരെ കിക്കാവും. എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. കുട്ടികളുടെ കയ്യിൽ ഇതേപോലെ പറയും മുള്ളു തട്ടിയിട്ടാ, അല്ലെങ്കിൽ ചില്ലിൽ വീണിട്ടാ, അല്ലെങ്കിൽ കളിക്കുമ്പോഴാ ചരല് വീട്ടാന്നൊക്കെ പറയും. പക്ഷെ അല്ല, കാരണം അല്ലേ, നമ്മൾ അവിശ്വസിക്കണം. എന്തിനു വേണ്ടി? നമ്മുടെ മക്കള് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയുന്നത് പറയാം. അപ്പം ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ന്യൂമാഗി എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് ഒരു മാഷമാർക്ക് ഇപ്പൊ ഒരു കുട്ടി വിളിച്ചു. പ്രഗ്നൻസി കേസാ. എന്ത് സംഭവിക്കാണ്? കൗമാരക്കാരെ ആളുകളൊക്കെ ഗർഭിണികളാവുന്ന അവസ്ഥ. ഒരു വിദ്യാലയത്തിൽ മാത്രം 7 പേരൊക്കെ ഗർഭിണിയായ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ജില്ലകളുണ്ട്. ഒറ്റ വിദ്യാലയത്തിൽ മാത്രം. ഫിസിക്കൽ റിലേഷനിൽ ഒരു പ്രശ്നവുമില്ല പിള്ളേർക്ക്. പഴയതുപോലെ സിനിമയ്ക്ക് പോക്കോ പാർക്കിൽ പോകലോ ഒന്നല്ല പ്രധാനം. ഇപ്പൊ എന്താണ്, നമ്മുടെ മക്കൾ നമ്മൾ വിചാരിക്കുന്നതിലും മേലെയാണ്. കാരണം അതിനുള്ള സാധനം തന്നെ ഇവിടെ കൊടുക്കുന്നത്. ഈ രാത്രി 2 മണി വരെ 3 മണി വരെയൊക്കെ അശ്ലീല വീഡിയോസ് കണ്ടിട്ട് ഇരുന്ന പിള്ളേർക്ക് രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചറുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇന്നലെ കണ്ട വീഡിയോ പോലെ ഒന്നുമില്ലാത്ത ആളല്ലേ മുമ്പിൽ നിൽക്കുക. ടീച്ചർ പറയുന്ന പഠിക്കാനുള്ള മാനസികാവസ്ഥ പിള്ളേർക്ക് ഉണ്ടാവോ? വീട്ടിൽ വന്ന അമ്മയുടെയും പെങ്ങളുടെയും മുഖത്ത് നോക്കാൻ പറ്റുമോ? ഞാനാണ്, നിങ്ങളായാലും പറ്റില്ല. ഇതൊക്കെ കണ്ടിട്ട് ഫേസ് ചെയ്യാൻ പറ്റാത്ത, തലതാഴ്ച നടക്കുന്ന, അപകർഷതാബോധമുള്ള, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകളായിട്ട് വളരുകയാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾ. ഞാൻ ഇമോഷണലായിട്ട് പറയാണ്. ചില കാര്യങ്ങൾ ഇമോഷണലായിട്ട് പറയുന്നത് കാണുന്ന കേസാ. എത്ര ആത്മഹത്യകൾ! ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ വീട്ടിൽ പാരന്റിങ് കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ ഈ മക്കളൊക്കെ ഇവിടെ ജീവിക്കും. ആർക്കും സംഭവിച്ചെന്താ? ഇത്രയും കഴിവുള്ള കുട്ടി ആത്മഹത്യ ചെയ്തു. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞൊരു കേസ്. നക്ഷത്ര 4 വയസ്സ്, അവളിപ്പോൾ സോഫയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അച്ഛൻ അവളോട് പറഞ്ഞു, മോളെ നീ അങ്ങോട്ട് നോക്കും, ഞാൻ തന്നെ ഒരു സർപ്രൈസ് കാണിച്ചു തരാം. മകൾ അങ്ങോട്ട് നോക്കി. കയ്യിലുള്ള മഴ കൊണ്ട് ഈ ചങ്ങായി ആ കുട്ടിയുടെ കഴുത്തിൽ ആദ്യ വെട്ടി. സ്വന്തം മകളെ കൊല്ലാൻ എന്തെല്ലാം മാർഗം കൊണ്ട് തലയൊന്ന് പിടിച്ചെടുത്ത് മൂക്കിൽ അമർത്തിയാൽ പോരെ. ഈ മഴു പരശുരാമനെ പോലെ മഴുവെടുത്തിട്ട് ഇങ്ങനെ വെട്ടി കീറണം, വിറക് കീറുപോലെ. പക്ഷെ അങ്ങനെ കീറാൻ അയാളെ പ്രേരിപ്പിച്ച ഘടകം MDMA. ഇത്രയും ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള, നല്ല സമ്പത്തുള്ള, ഗൾഫിൽ ജോലിയുള്ള ഈ സിനിമ നടന്ന പോലത്തെ ചങ്ങായി എന്താ ചെയ്തേ? അയാളെ മെന്റൽ ഹെൽത്ത് താഴോട്ടാ. ഈ കുട്ടിയെ വെട്ടി കീറി. കാരണം എന്താ? അമ്മയില്ലാത്ത കുട്ടിയെ അമ്മ ഇയാളുടെ ശല്യം സഹിക്കാതെ കെട്ടിത്തൂങ്ങി ചത്തു എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് മനസ്സിലായി ഇയാള് കൊന്നതാണെന്ന കാര്യം മനസ്സിലായി. ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? മാസങ്ങൾക്കപ്പുറം കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുവരുന്ന വഴി ഇയാള് ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. കിരൺ. ആ കുടുംബത്തിൽ ഇനി ആരും ബാക്കിയില്ല. MDMA എന്നുള്ള ഇത്തിരി പോകുന്നൊരു കുഞ്ഞൻ പൊടി ശൂന്യതയാണ് ഒരു കുടുംബത്തിൽ ഉണ്ടാക്കിയത്. ആര് മരിച്ചു? ഭാര്യ മരിച്ചു, മകളെ ഇയാൾ വെട്ടിക്കൊന്നു, ഈ ചങ്ങായി ആത്മഹത്യ ചെയ്തു.
ശൂന്യത, സമ്പൂർണ്ണ ശൂന്യത നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വരും. കാരണം മാക്സിമം 10 കൊല്ലം കൊണ്ട് തീരും. ഡോക്യുമെന്റ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും, എന്തും ചെയ്യാനുള്ള ആവേശമുണ്ട്. ഇതാണ് അവർ ക്ലിപ്പ് ചെയ്തത്. 27 വയസ്സുള്ള ഈ കല്യാണപ്രായമായ ഈ പയ്യനെ കെട്ടിയിട്ടിരിക്കുക വീട്ടിൽ. എന്താണ്? അക്രമാസക്തനാകുന്നുണ്ട് ഇത് അടിച്ചിട്ട്. അപ്പൊ നാട്ടുകാർ പറഞ്ഞു പുറത്തു വിടരുതെന്ന് പറഞ്ഞിട്ട് അമ്മ മെച്ച വയറിന് സഹിക്കുവോ? ആ പെണ്ണുങ്ങൾ ചോറ് സാമ്പാറൊക്കെ കുഴച്ചിട്ട് ആരും കാണാതെ തുറന്നിട്ട് ഈ മകന് കൊടുക്കുന്ന താമസം ചവിട്ടി തെറിപ്പിച്ചിട്ട് മൂലയിലുള്ള കത്തി കൊണ്ട് അമ്മയെ കുത്തിക്കീറിക്കണം. തീർന്നില്ല അവന്റെ അരിശം. ഇത്ര ദിവസം പൂട്ടിയിട്ടതിന് നട്ടലിന് സുഖമില്ലാണ്ട് കിടക്കുന്ന അച്ഛനെയും ചങ്ങായി കുത്തിക്കീറി കളഞ്ഞു. നിമിഷങ്ങൾക്ക് 2 കൊലപാതകം നടന്നു. ആരാ? ആ പെണ്ണിട്ട് എന്തിന്റെ കേടാ അല്ലെ ഈ ചോറ് കൊടുക്കുന്നത്? തീർന്നോ? ആരുമില്ല. ഇതൊക്കെ ഇത്രമേൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന, തീർത്തു കളയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് വരുന്നു. 25,000 കോടി രൂപയുടെ സിന്തറ്റിക് ഡ്രഗാണ് കഴിഞ്ഞ വർഷം ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുമ്പ് കൊച്ചി കായലിൽ വെച്ച് പിടിച്ചത്. നിങ്ങളറിയാം, 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഒരു സ്ഥലത്തേക്ക് വരണ്ടെങ്കിൽ അതിനുള്ള സോഴ്സ് സാധ്യത എത്രയാണെന്ന് ആലോചിക്കുക. ഒരു കപ്പലേ പിടിച്ചുള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ തീരാനുള്ള സാധനങ്ങൾ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്, എല്ലാ ദിവസവും പിടിക്കുകയാണ്. ഞാൻ തികഞ്ഞ താല്പര്യം കൊണ്ടാണ് പറയുന്നത്. കാരണം നാളെ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കൊക്കെ കണ്ടുകൊണ്ടൊരു പരിധിയുണ്ട്. കാരണം അവർ ക്യാമ്പസിലാണ്, അവർക്ക് കൂട്ടുകാരുണ്ട്. അപ്പൊ അവരെ നോക്കാൻ അവർക്ക് പറ്റണം. പക്ഷെ അത് നോക്കാനുള്ള ഒരു ഹെലികോപ്റ്റർ പാരന്റ്. ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ അവരറിയാതെ അവരെ നിരീക്ഷിക്കുക. അവരെവിടെ പോകുന്നു, അവരെ കൂടെ ആരൊക്കെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവരെത്ര പേർക്ക് തങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് വിവരമുള്ള രക്ഷിതാക്കൾ കൈവക്കും. എൻ്റെ കുട്ടിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാമെന്ന് ഉള്ളവരൊന്ന് കൈവക്കുക പ്ലീസ്. നോക്കട്ടെ, എല്ലാ ഫ്രണ്ട്സിനെ കുറിച്ച് നല്ല ധാരണയാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, സന്തോഷം. ഇനി എത്ര പേര് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ രാത്രി ഉറങ്ങുന്നതിനെക്കാട്ടും മുമ്പേ അച്ഛൻ്റെയും അമ്മയുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളുടെയൊക്കെ മൊബൈൽ ഫോണ് സെൻട്രൽ ഹാളിൽ പാസ്വേഡൊന്നും ഇല്ലാതെ ആർക്കും ഏത് സമയത്തും എടുക്കാമെന്ന രീതിയിൽ വെക്കുന്ന എത്ര കുടുംബം കൂടിയുണ്ട്? പ്ലീസ് റൈസ് പറയാം. പാസ്വേഡ് അച്ഛനുമില്ല, അമ്മക്കുമില്ല, ഉമ്മക്കുമില്ല, ഉപ്പക്കുമില്ല, മക്കൾക്കുമില്ല, ആർക്കും ആരുടെ ഫോൺ എടുത്തിട്ട് എപ്പോഴും പരിശോധിക്കുന്ന രീതിയിലേക്ക് സ്വാതന്ത്ര്യം കൊടുത്ത എത്ര ഫാമിലി ഇവിടെയുണ്ട്? പ്ലീസ്. നിങ്ങളുടെ രഹസ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അതൊക്കും ഒരു രഹസ്യം ഉണ്ടാവും. നിങ്ങളത് കാണിച്ചു കൊടുക്കണം, മാതൃകയാക്കണം. മൊബൈൽ ഫോണ് ഉറങ്ങാൻ നേരത്ത് കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കരുത്. കാരണം ഞങ്ങളിതാ സറണ്ടർ ചെയ്യുന്നു. എവിടെ വെക്കുകയാണ്? സെൻട്രൽ ആൾ വെക്കുകയാണ്. 8:30-9 മണിക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഡയലോഗ് അടിച്ചാൽ പോലെ എന്ത് ചെയ്യണം? വെച്ച് കാണിച്ചു കൊടുക്കണം. നമ്മുടെ പ്രവൃത്തിയാണ് കുട്ടികൾ നോക്കുക, വാക്കല്ല. ഇങ്ങനെ ചെറിയ ചെറിയ ട്വിസ്റ്റ് കൊടുത്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. അതുപോലെ ഹാപ്പിനെസ് അവർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഹാപ്പിനെസ് അവർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അറിയോ? ക്വാളിറ്റി ടൈം എന്ന് പറയും. ഇതാണ് പാരന്റിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട ടൈമിംഗ്. രാത്രി ഭക്ഷണ നേരത്തെങ്കിലും 1/2 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഒന്നിച്ച് ചെലവഴിക്കണം. അച്ഛനും അമ്മയും ഉപ്പയും മക്കളൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. മകൾക്ക് ഫുഡ് എവിടെ കൊടുക്കരുത്? റൂമിൽ കൊടുക്കരുത്. അമ്മ സീരിയലിന്റെ മുമ്പിലും അച്ഛൻ വേറെ സമയത്തും വന്ന് കഴിക്കരുത്. ഒന്നിച്ച് കഴിക്കുമ്പോൾ അവിടെ നടത്തുന്ന കുറേ ഷെയറിംഗ് ഉണ്ട്, കുറെ കെയറിംഗ് ഉണ്ട്. സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അതൊരു ചൂണ്ടിയിട്ട് കൊടുക്കല. പിള്ളേർ കൊത്തും, എല്ലാം പറയും. അമ്മ ഇന്ന് കേൾക്കണം, ഇന്ന് ചങ്ങായി എൻ്റെ അടുത്ത് വന്നിട്ട് ഐ ലവ് യു പറഞ്ഞു, ഇന്നയാൾ എന്നോട് പ്രപ്പോസ് ചെയ്തു, ഇന്ന കുട്ടിക്ക് ഇന്ന, അങ്ങനെയൊക്കെ പറയുമ്പോൾ പിള്ളേർ ഇത് പറയാൻ ആവശ്യമുണ്ടോ? പിന്നെ ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് ആരോടും പറയാൻ വേണ്ടി ഓടി വരും. ഇത് കേൾക്കാൻ ആരുണ്ട്? അമ്മയുണ്ടെന്ന് തോന്നലുണ്ടാവും. ഇതൊരു ചൂണ്ടയാണ്. ഇത് സ്റ്റോപ്പ് വരുന്ന സമയത്ത് ഇത് പറയാൻ എന്തുണ്ട്? അവർക്ക് ടെൻഡൻസി ഉണ്ടാകും. അവരോട് പറയും, പല സ്ഥലത്തും പറയും. നമ്മുടെ മക്കളെ ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നത് മറ്റുള്ളവർ യൂസ് ചെയ്യുകയും ചെയ്യും. ഇപ്പം ഹാപ്പിനെസ് അവർ ഇല്ലാത്തതിൻ്റെ കുഴപ്പം കേരളം നല്ലോണം കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടോ? കുട്ടികളെടുക്കുന്ന ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇങ്ങനെ ചികഞ്ഞെടുക്കാറുണ്ടോ? ഇതൊക്കെ പാരന്റിന്റെ കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ജെന്റിൽ പാരന്റിങ്. സ്നേഹം കൊടുക്കുക, സ്വാതന്ത്ര്യം കൊടുക്കുക, അംഗീകാരം കൊടുക്കുക. നിന്നെ എന്തിനു കൊള്ളാം, അപ്പുറത്തെ ചങ്ങായി നോക്കുന്ന കമ്പാരിസൺ കൊടുത്താൽ തീർന്നു അല്ലേ? നീ പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക, നിന്റെ അഭിപ്രായം എന്താണ്? അത് എടുക്കൊന്നും വേണ്ട, അങ്ങോട്ട് ചോദിക്കുമ്പോൾ കുട്ടിക്ക് ഒരു സെൽഫ് എസ്റ്റീം കൂടും. ഞാൻ കൊള്ളാം അല്ലെ, എനിക്ക് വീട്ടിലൊരു വാല്യൂ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നത്? ആ കുട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 കാര്യം കൊണ്ടാണ് പിള്ളേർ പലപ്പോഴും മോശമായി പോവുക. ഒന്ന്, ലാബലിംഗ് ആൻഡ് കമ്പാരിസൺ. പലപ്പോഴും നമ്മളൊക്കെ വരുന്ന തെറ്റാണ്. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു, ടീച്ചേഴ്സ്, ട്യൂഷൻ ടീച്ചേഴ്സ്, ബന്ധുക്കൾ, രക്ഷിതാക്കൾ പറയും, നിന്നെ എന്തിന് കൊള്ളാം, മണ്ടി, മന്ദബുദ്ധി, വിട്ടി, യൂസ്ലെസ്. നിന്നൊക്കെ ഈ വയറ്റിൽ തന്നെ ജനിച്ചാണോ? ഞോളെ നോക്ക് അല്ലെ, ആ കുട്ടി എന്തിരുന്ന കാര്യം എന്താ പഠിപ്പ്? ടീച്ചറ, ഏത് സമയത്താണ് എൻ്റെ വയറ്റിലേക്ക് ഇത് വന്നത്? ജന്തു, കരങ്ങൻ, അങ്ങനെ വിളിക്കും. മന്ദബുദ്ധി, യൂസ്ലെസ്, ഫൂളിഷ് എന്നൊക്കെ വിളിക്കും. നിങ്ങൾ അറിയോ, ഗുരുതരമായ ഒരു വ്യക്തിയെ മുഴുവൻ തീർത്ത് കളയുന്ന വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിച്ചത്. ഇതാണ് ലാബിലിംഗ്, ചാപ്പകുത്തല. ഇപ്പൊ സ്വന്തമായിട്ട് കഴിവുള്ള ഈ കുട്ടികള് നാളെ ടീച്ചേഴ്സ് എന്തെങ്കിലും പരിപാടിക്ക് സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ, പരാഗിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പരിപാടിക്ക് വിളിക്കുമ്പോഴോ പോകാൻ തോന്നുമ്പോൾ ഇതാ ഓർമ്മ വരുമോ? അമ്മ പറഞ്ഞത് എന്താണ്? യൂസ്ലെസ്. ട്യൂഷൻ ടീച്ചർ പറഞ്ഞതിന് ഫൂളിഷ്,
മന്ദബുദ്ധി അല്ലെ, വിഡ്ഢി, ഈ ബോധം വരിക. അവരെന്ത് ചെയ്യുന്നത്? അവരുടെ സ്റ്റെപ്പ് എന്ത് ചെയ്യും? ബാക്കോട്ട് പോകും. കാരണം അവരെ മനസ്സിലെന്ത് തോന്നി? എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ആര് വിധിച്ചു? ചാപ്പ കുത്തി പശുവിനെ കുത്തും പോലെ മുദ്ര കുത്തി. പിന്നെ ഒരു തരത്തിൽ ഈ കുട്ടികൾ എന്ത് ചെയ്യില്ല, ഒരിടത്ത് മുന്നിലേക്ക് വരില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും കഴിവുണ്ടായിട്ടും ഏതെങ്കിലും സ്ഥലത്ത് എത്തപ്പെടാതിരിക്കണമെങ്കിൽ ഏതൊക്കെയോ നാട്ടുകാർ നമുക്ക് അടിച്ചേൽപ്പിച്ച ചാപ്പകളായിരിക്കും. കാരണം ഒരു സംശയം ട്രാജഡി മരണമാണെന്ന് ആൾ പറയും. പക്ഷെ മരണമല്ല, ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്കുള്ളിലുള്ള പല കഴിവുകളെയും മരിക്കാൻ അനുവദിക്കുന്നതാണ് ജീവിതത്തിലെ ദുരന്തം. കഴിവുണ്ടായിട്ടും പാട്ടുപാടാൻ അറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ടോക്സിക് പാരന്റിംഗ് കൊണ്ട് സ്റ്റേജിൽ കയറാത്ത ഒരുപാട് മക്കളുണ്ടാവും. കാരണം ചാപ്പ കുത്തിന് നീ എത്ര പോരാ, മറ്റുള്ള സൂപ്പർ, എവിടെയും പിള്ളേർ കൊണ്ടൂല. അതുകൊണ്ട് ആരെയും കുറ്റം പറയേണ്ട. നമ്മുടെ മക്കൾ എന്തെങ്കിലും താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറ്റം ആരതാ? നമ്മൾ അറിയാതെ പറയുന്ന ഇത്തരത്തിലുള്ള ലേബലിംഗ്, സ്റ്റിക്കർ ഒട്ടിക്കൽ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ട്യൂഷൻ ടീച്ചറോട് പ്രത്യേകിച്ച്, കാരണം അവരെന്ത് ചെയ്യുക, മാർക്ക് കിട്ടാൻ വേണ്ടി പിള്ളേരെ ചറ പറയുന്നത് മർദ്ദിക്കും, ഇത്തരം കാര്യങ്ങൾ പറയും. ടീച്ചർ എന്തെങ്കിലും നമ്മൾ പലപ്പോഴും ക്ലാസ്സുകൾ പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്ന അപകടം നമ്മൾ നന്നാവാനാ പറയുന്നത് ഒന്നും വിചാരിച്ചില്ല. പക്ഷെ ഇതൊക്കെ കുട്ടികൾ സ്ട്രോക്ക് എന്നതിന് പറയാം. സ്ട്രോക്ക് സൈക്കോളജി, സ്ട്രോക്ക്, മരണം വരെ. സ്ട്രോക്ക് തന്നെയാണ്, മരണം വരെയും മുറിവുണ്ടാവും, പോകൂല, അവരൊന്നിനും കിട്ടൂല. ഇവരൊന്നും പരാഗന്ന പാരാമീറ്ററിൽ ജയിക്കൂല, എവിടെ എത്തൂല, പാതി വഴിയിലെത്തുന്ന പഠനം ഉപേക്ഷിക്കുകയോ കഴിവില്ലാത്തൊരു തലമുറയായിട്ട് മാറുകയും ചെയ്യും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇനി ക്ലാസ് മുറിയിലെ പഠനമല്ല, IQ ഇന്റലിജന്റ് ക്വോഷ്യൻ, അവസാനത്തെ 2 മിനിറ്റ് EQ ഇമോഷണൽ ക്വോഷ്യൻ, RQ റിലേഷൻഷിപ്പ് ക്വോഷ്യൻ. ബന്ധങ്ങൾ പ്രധാനമാണ്. ഓപ്പോസിറ്റ് സെക്സോടൊക്കെ എങ്ങനെ പെരുമാറണം, കാണുന്നവരൊക്കെ പ്രണയിതാക്കളൊന്നുമല്ല അല്ലേ. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കണം, നമ്മളങ്ങനെ കാണിച്ചു കൊടുക്കണം. മനുഷ്യർക്ക് അങ്ങനെ ബന്ധങ്ങളുടെ വൈകാരിക പുനർജന്മം എന്ന് പറയും, അതിനുള്ള സാധ്യതകൾ പറഞ്ഞു കൊടുക്കണം. റിലേഷൻഷിപ്പ് ക്വോഷ്യൻ. മലയാളിയുടെ പൊതുവായിട്ടുള്ള കുറെ പാകളുണ്ട്. 1 പുച്ഛം, 2 പൊങ്ങച്ചം, പരദൂഷണം, പാരവെപ്പ്, പരിഹാസം. ഇത് മലയാളികളെ കഴിച്ചിട്ടേ ഉള്ളൂ. ഇതിൽ ഡോക്ടറേറ്റ് ഓരോ മലയാളികൾക്കും പൊതുവെ നമ്മൾ ആരെയും അംഗീകരിക്കില്ല. മറ്റുള്ളവരെ കൂടി അംഗീകരിക്കാനുള്ള വിനയം നമ്മൾ എന്ന് പരിശീലിക്കുന്നുവോ അന്ന് തുടങ്ങും മലയാളിയുടെ വിജയം. പലപ്പോഴും അംഗീകരിക്കില്ല. ഒരാളെ ഞണ്ടിനെ പോലെ പൊന്തി വരുന്ന സമയത്ത് വലിച്ചങ്ങ് താഴെക്കിടും, അവൻ അങ്ങനെ പൊന്തണ്ട. എന്നാൽ പിന്നെ അതുപോലെ ആവാൻ നമ്മൾ ശ്രമിക്കൂല. എന്ത് ചെയ്യണം? ഒന്ന് പിടിച്ച് വാരി താഴെത്തുന്ന ഒരു ടെൻഡൻസി പലപ്പോഴും മലയാളികൾക്കുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾ നടന്ന സൊസൈറ്റിയിലാണ് മലയാളി. ഇത് എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്നത്. നാളെ നമ്മുടെ മക്കളാണ് സൊസൈറ്റിയായി മാറുക. ആരാ ഇതിനുള്ള കാരണക്കാരെ? കോപം കിട്ടും, സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. എന്ത് കിട്ടണം എന്ന് നിങ്ങൾ കൊടുക്കണം. ഗിവ് ആൻഡ് ടേക്ക്. ഇവിടെ സംസാരിക്കുമ്പോൾ കൈയടിക്കുന്നൊക്കെ ശ്രദ്ധിച്ചു അല്ലെ? മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പ്രിയപ്പെട്ടവരെ പാഴാക്കരുത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. ഇതൊക്കെ കൊടുത്താലേ കിട്ടൂ. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഗിവ് അപ്രീസിയേഷൻ ആൻഡ് ടേക്ക് അപ്രീസിയേഷൻ. ഒരു പൊതുപരിപാടിയിൽ ഇവിടെ ആള് പ്രസംഗിക്കുമ്പോൾ സമ്മാനം കിട്ടുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ കൈയടിച്ചാൽ ഇത് കാണുന്ന കുട്ടി അതിന് 10 അടങ്ങും, അടിക്കും. ഇത് ഒന്നും അടിക്കാതിരിക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾ ആരെയും അഭിനന്ദിക്കാൻ പോകുന്നില്ല. കൊടുത്താലേ കിട്ടൂ. നിങ്ങളെ മക്കൾ 100 അടി കൈയടിച്ചാൽ 10,000 കൈയടിക്കാൻ വേണ്ടി ലോകത്തിൽ ആളുകൾ ഉണ്ടാവും. കൊടുത്തതേ കിട്ടൂ. ഗിവ് ആൻഡ് ടേക്ക്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഗിവ് അപ്രീസിയേഷൻ ആൻഡ് ടേക്ക് അപ്രീസിയേഷൻ. നല്ലത് പറയുക, നല്ലത് പറയാൻ പഠിപ്പിക്കുക. പഠിക്കുക എന്നൊരു സാധനമുണ്ട്. പഠിച്ചാൽ പോരാ, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പഠിക്കാനാണ്. ഓക്കെ, ഇതൊക്കെ അറിയാനുള്ള ഒരു വേദിയാണ് പുതിയ എഡ്യൂക്കേഷന്റെ പാരാമീറ്ററുകൾ. അതിന്റെ പേര് മാത്രം ഓർമ്മിക്കുക. എന്താണ് പേര്? PARAKS. P ഫോർ പെർഫോമൻസ്. എല്ലാ തരത്തിലും പെർഫോം ചെയ്യുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ കൊണ്ടുവരണം. വീട്ടിലുള്ള പ്രാക്ടീസ് കൊടുക്കണം. ഇതൊന്നും സ്കൂൾ സിലബസ് ഇല്ല, ടൈമില്ല നമുക്ക്. ഓക്കെ, അടുത്തെന്താ? A അസസ്മെന്റ്. R റിവ്യൂ. A അനാലിസിസ്. ഫോർ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. വിദ്യാർത്ഥികളുടെ സമഗ്ര പുരോഗതി ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ ഇനി വരാനിരിക്കുന്നത്. അതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പരീക്ഷയ്ക്ക് മാർക്ക് മൊത്തം വെച്ചിട്ട് നിങ്ങൾക്ക് വലിയ ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടില്ല. ഇനി അങ്ങോട്ട് എന്ത് പഠിക്കുന്നു എന്നല്ല, എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്കറിയോ, ഇനി ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ കാലമാണ്. ഡിഗ്രി പോലും പാസ്സാവാത്ത കുട്ടികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ജോലിക്ക് കിട്ടുന്ന ശമ്പളം 10 ലക്ഷം രൂപയാണ്. ലാസ്റ്റ് ഇയർ മലീസ ഫെർണാണ്ടസിന് കിട്ടിയിരിക്കുന്നത് 10 ലക്ഷമാണ് സ്റ്റാർട്ടിംഗ് സാലറി. കോളേജിലെ പ്രിൻസിപ്പാളിനും വൈസ് പ്രിൻസിപ്പാളിനും കൂടിയാൽ അത്ര കിട്ടൂല. ആർക്ക് കിട്ടിയ? പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്റർവ്യൂ വഴി കിട്ടുന്നുണ്ട്. അത് ഈ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ വഴി പാസ്സായ കുട്ടിയാണ്. ആക്സിസ് ബാങ്കിന്റെ ഡെപ്യൂട്ടി മാനേജറായിട്ടാണ് മലീസ കിട്ടുന്നത്. എത്ര സാലറി? 10 ലക്ഷം. ഡിഗ്രി പാസ്സാവുന്ന കുട്ടിയാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഈ ഒരു അവസരം വരാൻ പോവുകയാണ്. അതുകൊണ്ട് അത് പക്ഷേ ഏതെങ്കിലും ഉടായ്പ ക്യാമ്പസിൽ പഠിച്ചാൽ പോരാ. അവിടെ പഠിക്കണം ഇന്ത്യയിലെ രാജ്യത്തെ ഏറ്റവും മികച്ച ക്യാമ്പസിൽ പഠിക്കണം. അവിടെ പഠിക്കണമെങ്കിൽ എന്ത് വേണം? പരീക്ഷയിൽ മാർക്ക് മാത്രം പോരാ. അവിടെ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തിയിട്ട് നിങ്ങൾ എത്ര മാർക്ക് ഉണ്ടെങ്കിലും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അവിടുത്തെ അധികാരികളുമായിട്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടത്തിയിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇന്റർ പ്ലസ് വ്യൂ. ഇന്റർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, വ്യൂ എന്ന് പറഞ്ഞാൽ കാഴ്ച. അവിടെ പങ്ക്ച്വാലിറ്റി നോക്കും,
അവിടെ കോമൺ സെൻസ് നോക്കും, അവിടെ പ്രസന്റേഷൻ സ്കിൽസ് നോക്കും, അവിടെ ക്രിയേറ്റീവ് തിങ്കിങ് നോക്കും, അവിടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് നോക്കും, അവിടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് നോക്കും, അവിടെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് നോക്കും, അവിടെ കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് നോക്കും. കോമൺ സെൻസ് ഈസ് നോട്ട് വെരി കോമൺ. കോമൺ സെൻസ് എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാകുന്ന കാര്യമില്ല, അത് വീട്ടിൽ നിന്നുണ്ടായി കൊടുക്കണം. റൂട്ട് ഉഷാറാവണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, ആരാണ് വിദ്യാർത്ഥി, ആരാണ് രക്ഷിതാവ്? രക്ഷിതാക്കളാവുന്ന വില്ലുകളിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന അമ്പുകളാണ് കുട്ടികൾ. നമ്മൾ വില്ല്, കുട്ടികൾ അമ്പ്. വില്ല് സ്ട്രോങ് ആണെങ്കിൽ അമ്പ് എത്തേണ്ടടുക്ക് എത്തും. എടുക്കുമ്പോൾ തന്നെ പൊട്ടുന്ന വില്ലാണെങ്കിൽ അമ്പുയുടെ മൂക്ക് കുത്തും. വിൽ ഉഷാറാവണം, വിൽ പവർ ഉണ്ടായിരിക്കണം. അതിന് ആർക്ക് ക്ലാസ് വേണം? പാരൻസിന് ക്ലാസ് വേണം. അതാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഒരു തവണ കൂടി നിങ്ങളെ കാണാമെന്നതിന് ഒരു കഥ പറഞ്ഞുകൊണ്ട് നിർത്താം. 2 മിനിറ്റ്. ഞാൻ ഒരുപാട് നമ്മുടെ കുട്ടികളുടെ ടോക്സിക് ആയ കുറെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അങ്ങനെ ചിന്തിച്ച ഒരു കുട്ടിയുടെ കഥ പറഞ്ഞുകൊണ്ട് നിർത്താം. ഒരിക്കൽ വെക്കേഷനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ക്യാമ്പ് നടക്കുകയാണ്. 10 ദിവസത്തെ ക്യാമ്പ്. ശ്രദ്ധിക്കുക, ലാസ്റ്റ് 2 മിനിറ്റ്സ്, 1-2-0 seconds ഓൺലി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ക്യാമ്പ് നടക്കുക വിദ്യാലയത്തിൽ. ക്ലാസ് ടീച്ചർ കുട്ടികളുടെ പേരെടുക്കുക. കുട്ടികളെ ഓരോരുത്തർ വിളിച്ചിട്ട് ടീച്ചർ ഇങ്ങനെ പേരെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ 8ാം ക്ലാസ്സിലെ ഒരു കുട്ടി, മുൻപിലിരിക്കുന്ന ഒരു കുട്ടി ടീച്ചറോട് പറയും, ടീച്ചറെ ഞാനുണ്ട് ക്യാമ്പിൽ നിന്ന്. ടീച്ചർ പേരെഴുതി. അങ്ങനെ ടീച്ചറെ കുട്ടിയുടെ അടുത്ത് പോയിട്ട് പറയും, ആരും കേൾക്കാതെ പറയുന്നത്, മോളെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഇട്ടിരിക്കുന്ന ഷൂ എൻ്റെ ചുണ്ടും പേരിൽ പുറത്താണ്, കീറിയ ഷൂ ആണ്, ഇത് കൊണ്ടുവരാൻ പറ്റൂല. മറ്റു സ്കൂളിൽ നിന്നും വരുന്ന ക്യാമ്പല്ലേ, അപ്പൊ നമ്മുടെ സ്കൂളിൽ മോശം കീറിയ ഷൂ ഇടുന്ന. നീ അച്ഛനോട് പറഞ്ഞിട്ട് പുതിയ ഷൂസ് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നിന്നെ ക്യാമ്പിൽ പങ്കെടുക്കാതെ ഈ മാസം രഹസ്യമായിട്ട് ടീച്ചർ രഹസ്യമായിട്ട് കുട്ടിയോട് പറയും. കുട്ടി പറയുമോ അതിനെന്താ അല്ലേ, ഞാൻ അച്ഛനോട് പറയാം. പക്ഷെ ആ കുട്ടിക്ക് അറിയില്ല, എൻ്റെയൊക്കെ അച്ഛനെ പോലെ ഒരാഴ്ചത്തെ വരുമാനം ഉണ്ടെങ്കിൽ എന്താവൂല, ഈ ഷൂസ് മേടിക്കാൻ പറ്റൂല, കാരണം അത്രയും അല്ലേ. അപ്പൊ അങ്ങനെ വളരെ മോശം സാഹചര്യത്തിൽ താഴ്ന്ന വരുമാനമുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ്. അവൾ വീട്ടിൽ പോയിട്ട് പറയും, തിങ്കളാഴ്ച ക്യാമ്പാണ്, ഇതാ ഞാൻ 10 ദിവസം തന്നെ കാണാൻ പറ്റൂല, പിന്നെ അച്ഛ ഷൂസ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മ ഞെട്ടി അല്ലെ, അമ്മേനെ മാറിയും വളരെയും മുത്തൂരിലാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അല്ലേ, എങ്ങനെയാണ് വെള്ളിയാഴ്ചത്തേക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്? ഒരു ശങ്കമായി ടെൻഷനായി നമ്മൾ ആദ്യം പറയുന്ന കാര്യമാണ്. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആദ്യമായിട്ട് പറയാണ്, എങ്ങനെയാണ് 2 ദിവസം കൊണ്ട് ഷൂസ് വാങ്ങിച്ചു കൊടുക്കുക? ഇവർ ആലോചിച്ചു, ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു കൂട്ടുകാരനെ വിളിച്ചു, ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. ആ കൂട്ടുകാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, എടാ നിന്റെ മോളെ എൻ്റെ മോളെ പോലെ അല്ലേ, ഇത്ര പൈസ വേണ്ട, ഞാൻ തരാം, ശനിയാഴ്ച പോയിട്ട് ഞാനും വരാം, നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ബ്ലാക്ക് ഷൂസ് കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഇവർ പറയുകയും ചെയ്യും. അങ്ങനെ മോളെ നമുക്ക് വെള്ളിയാഴ്ച റെഡിയായി ശനിയാഴ്ച പോയിട്ട് എന്ത് ചെയ്യാം, വാങ്ങിക്കാമെന്ന് ഇവർ പറയും. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഈ കുട്ടി വളരെ ടയേർഡായിട്ട്, വളരെ വിഷണ്ണയായിട്ട്, സങ്കടത്തോടു കൂടി എന്ത് ചെയ്യണം, വീട്ടിലേക്ക് വരുന്നു. ബാഗ് കിടക്കയിലേക്ക് എറിഞ്ഞിട്ട് അച്ഛനും അമ്മയും അടുക്കലുണ്ട്. പോയിട്ട് പറയും, അച്ഛ എനിക്ക് ഷൂസ് വേണ്ട. എന്താ പൈസ റെഡിയായി നമുക്ക് പോവാം. അല്ല അച്ഛാ ഷൂസ് വേണ്ട, ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല. അപ്പൊ കുട്ടി ഒരു കാരണം പറയുന്നുണ്ടായിരുന്നു, ഞാൻ അച്ഛാ ഇങ്ങനെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന പോലത്തെ ഒരു കാഴ്ച കണ്ടു. റോഡരികിലൂടെ ഒരു അച്ഛനും മകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതില് ആ മകൾ ഇങ്ങനെ തുള്ളിയിട്ടാണ് നടക്കുന്നത്. കാരണം ആ കുട്ടിക്ക് മുട്ടിന് താഴെ ചെയ്യുന്ന ഒരു കാലില്ല. കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി, വെച്ചാൽ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്റെ കാലിലിടാൻ ഒരു ഷൂസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അച്ഛ ആ കുട്ടിക്ക് ഷൂസ് ഇടാനുള്ള കാല് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഈ വലിയ മനുഷ്യൻ, എക്സ്പീരിയൻസ് ആയ മനുഷ്യൻ ഈ കൊച്ചു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? നമുക്ക് എന്തേ ഇല്ലാണ്ടുള്ളൂ? ഈ ക്യാമ്പിൽ പോകാൻ പറ, ക്യാമ്പ് പങ്കെടുത്തില്ലേ ലോകസ്ഥാനാണ് അല്ലേ, നമുക്ക് എന്തില്ല, കാലിലിടാൻ ഷൂസ് ഇല്ല എന്നുള്ള സങ്കടം നമുക്കുള്ളൂ. പക്ഷെ നിങ്ങൾ അറിയോ, ഷൂസ് ഇടാൻ ഉള്ള കാല് പോലും ഇല്ലാത്ത എത്രയോ ആളുകൾ ഈ നാട്ടില് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. അവിടെയാണ് ആ കുട്ടിയുടെ മഹത്വം. വെറുതെയല്ല കവി ചൈൽഡ് ഇസ് ദി ഫാദർ ഓഫ് ദി മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. നമ്മുടെ മക്കൾ ചില്ലറക്കാരല്ല, അവരാരാ? ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. അവരുടെ വായിൽ കിട്ടുന്ന കാര്യങ്ങളിലെ, അവർ പറയുന്ന കാര്യങ്ങളിൽ അച്ചട്ടായിരിക്കും. അതുപോലെ സംഭവിക്കുന്ന ഒരു സംശയമില്ല. ദൈവത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ പ്രിയപ്പെട്ടവരെ അവരുടെ പ്രതിരൂപങ്ങളായ ആളുകളെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. വിജയം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. അതിനുള്ള ദീപശിഖയാണ്, അറിവാണ് ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾ തന്നിരിക്കുന്നത്. അപ്പൊ വാക്ക് ഓർമ്മിക്കുക, സാപ്പിയോസെക്സ്, പിന്നെ ക്വാളിഫൈഡ് ക്രിമിനൽസ്, പിന്നെ മാസ് മൈഗ്രേഷൻ, ഡേറ്റിംഗ് ആപ്പുകൾ, പിന്നെ വേറെന്താ പറഞ്ഞിരിക്കുന്നത്, ഇല്ലുമിനാത്തി കൾച്ചർ. ഇത് എന്റെയും നിങ്ങളുടെയും മക്കളെ ഒരു 5 കൊല്ലത്തിനകം മുക്കിക്കളയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിനെ ഗുഡ് മോർണിംഗ് ഓൾ. സോ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, അതേപോലെ തന്നെ മുഖ്യാതിഥി നിതിൻ സർ, അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രക്ഷിതാക്കളും, ആദ്യം തന്നെ ഞാൻ പറയാണ്, ഞങ്ങൾക്ക് മീൻസ് നല്ലൊരു പാരന്റിങ് ക്ലാസ്സാണ് ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ നിതിൻ സാറ്
എല്ലാവർക്കുമായിട്ട് പങ്കുവച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്ര വിലപ്പെട്ട ഒരു ക്ലാസ് ഞങ്ങൾക്ക് തന്നതിന് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും അതേപോലെ സ്കൂൾ സ്റ്റാഫിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇന്ന് രാവിലെ മുതൽ ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള നിങ്ങളെ ഓരോരുത്തർക്കും സ്കൂൾ സ്റ്റാഫിൻ്റെ പേരിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക്സ്.